നിന്റെ നാമം അടുത്തിരിക്കുന്നു. ഞങ്ങൾ നിന്റെ അതിശയപ്രവൃത്തികളെ ഘോഷിക്കുന്നു. ഭൂമിയും അതിലെ സകല നിവാസികളും ഉരുകി പോകുമ്പോൾ ഞാൻ അതിന് തൂണുകളെ ഉറപ്പിക്കുന്നു. ഡംഭം കാട്ടിരുന്ന ഡബ്ബികളോടും കൊമ്പുയർത്തരുന്ന ദുഷ്ടന്മാരോടും ഞാൻ പറയുന്നു, നിങ്ങളുടെ കൊമ്പ് മേലോട്ട് ഉയർത്തരുത്, ശാഠ്യത്തോടെ സംസാരിക്കരുത്. കിഴക്ക് എന്നല്ല പടിഞ്ഞാറ് എന്നല്ല തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത്. ദൈവം ന്യായാധിപതിയാകുന്നു. അവനൊരുത്തിനെ താഴ്ത്തുകയും മറ്റൊരുത്തിനെ ഉയർത്തുകയും ചെയ്യുന്നു. യഹോവയുടെ കയ്യിൽ ഒരു പാനപാത്രമുണ്ട്, വീഞ്ഞു നിറയ്ക്കുന്നു, അത് മദ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവൻ അതിൽ നിന്ന് പകരുന്നു, ഭൂമിയിലെ സകല ദുഷ്ടന്മാരും അതിന്റെ മട്ട് വലിച്ചു കുടിക്കും. ഞാനോ എന്നേക്കും പ്രസ്താവിക്കും, യാക്കോബിന്റെ ദൈവത്തിന് സ്തുതി പാടും. കുമ്പളൊക്കെയും ഞാൻ മുറിച്ചു കളയും, നീതിമാന്മാരുടെ കുമ്പളോ ഉയർന്നിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. സങ്കീർത്തന ധ്യാനത്തിനായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആസാഫിൻ്റെ സങ്കീർത്തനമാണ്. ആസാഫ് 12 സങ്കീർത്തനങ്ങളോളം ആസാഫ് ഉണ്ട്. അതിൽ ഓരോ സാഹചര്യ സങ്കീർത്തനങ്ങൾ എഴുതാനുള്ള കാരണങ്ങൾ, സങ്കീർത്തനങ്ങൾ ഒരു ഗീതങ്ങളായിട്ട്, സ്തോത്രമായിട്ടും, പ്രാർത്ഥനയായിട്ടും, യാചനയായിട്ടും ഒക്കെയാണ് ഈ സങ്കീർത്തനങ്ങൾ എപ്പോഴും എഴുതാറുള്ളത്. അത് ദാവീദിനെ പോലെ ദാവീദാണ് ഏറ്റവും കൂടുതൽ സങ്കീർത്തനം എഴുതിയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ആസാഫാണെന്ന് കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ എഴുതുമ്പോൾ ഇപ്പോൾ നമ്മൾ സംഗീത പ്രമാണിക്ക് ആസാഫ് എഴുതുമ്പോൾ അത് ആരാണ് സംഗീത പ്രമാണി എന്ന് നമുക്ക് ആദ്യത്തെ വാക്യത്തിൽ തന്നെ കാണാൻ കഴിയും. ആദ്യത്തെ വാക്യത്തിൽ തന്നെ എന്ന് പറയുമ്പോൾ നമ്മളൊരു ലെറ്റർ എഴുതുമ്പോൾ തന്നെ ലെറ്ററിന് ഹെഡിങ് എഴുതുമ്പോൾ ഫസ്റ്റിൽ നമ്മൾ ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളിനെ ഫസ്റ്റിൽ തന്നെ നമ്മൾ അഭിസംബോധന ചെയ്യാറുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് പറയുന്നത്. ആദ്യത്തെ വാക്യത്തിൽ തന്നെ ദൈവമേ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ എന്ന് പറയുന്നതാണ് സംഗീത പ്രമാണി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ദൈവത്തിന് കീർത്തനം പറയുന്ന, സ്തോത്രം ചെയ്യുന്ന ഒരു സങ്കീർത്തനമായിട്ടാണ് അതിനെ കാണുന്നത്. അതുപോലെ നമ്മൾ എപ്പോഴും നമ്മുടെ കീർത്തനങ്ങളോടൊപ്പം, സ്തോത്രത്തോടൊപ്പം പരാതികൾ, നമുക്കുണ്ടാകുന്ന പരാതികൾ, തെറ്റുകൾ, ബലഹീനതകൾ ഒക്കെയും ദൈവം മുമ്പാകെ സമർപ്പിക്കാനൊക്കെ ഉണ്ട്. നമ്മൾ ഏറ്റുപറയുന്ന ഒരു ന്യായം വിധിക്കുന്ന ഒരു കർത്താവിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്ന അനുഭവിക്കുന്ന ഒരു സങ്കീർത്തനമായിട്ട് ഇത് കാണാനും കഴിയും. ആ ആസാഫ് ഒരു സമൂഹത്തോടൊപ്പമാണ് ദൈവത്തെ സ്തുതിച്ചത് എങ്കിൽ നമ്മളും ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രെയറായി ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ, സ്തുതിക്കുന്ന, സ്തോത്രം ചെയ്യുന്നതായിട്ട് ചെയ്യുന്നതിനാണ് നമ്മളും വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സ്തോത്രം ചെയ്തതിൻ്റെ ഒരു അനുഭവം സങ്കീർത്തനത്തിലൂടെ ആരംഭത്തിൽ തന്നെ കാണാൻ കഴിയും. 1-ാം വാക്യത്തിൽ സംഗീത പ്രമാണി ദൈവത്തെ സമൂഹമായി സ്തോത്രം ചെയ്തതും ആ സ്തോത്രം ചെയ്യുവാനുള്ള കാരണം അതിൻ്റെ 2-ാം ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ നിന്റെ അതിശയ പ്രവർത്തികളെ ഘോഷിക്കുന്നു. ദൈവത്തിൻ്റെ തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള അത്ഭുതങ്ങൾ, അതിശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കപ്പെടുമ്പോൾ അത് നമ്മൾ സ്തോത്രത്താൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് ആവശ്യമാകുന്നു. അങ്ങനെ സ്തോത്രത്തിൻ്റെ അതിശയ പ്രവർത്തികളെ ഘോഷിക്കുന്ന അതായിട്ട് ആദ്യത്തെ 1-ാമത്തെ സങ്കീർത്തന വാക്യത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കുമെന്ന് ആസാഫ് 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുവെങ്കിൽ ആസാഫ് ഒരു രാജാവാകുന്നു അല്ലെങ്കിൽ ഒരു ന്യായാധിപതിയാകുന്നു എന്ന് കാണാൻ കഴിയും. അത് സമൂഹത്തെ, ആസാഫിൻ്റെ അണ്ടറിലുള്ള ആ സമൂഹത്തെ, ദേശത്തെ വിധിക്കുന്ന ഒരു വിധികർത്താവ്. അത് 3-ാമത്തെ വാക്യം മുതൽ ദൈവത്തെക്കുറിച്ച് പറയുന്ന, ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് പറയാനുണ്ട്. ഭൂമിയിലെ സകല നിവാസികളും ഉരുകി പോകുമ്പോൾ ഞാൻ അതിൻ്റെ തൂണുകളെ ഉറപ്പിക്കുന്നു. സകല നിവാസികളും ഇല്ലാതാകുന്ന സന്ദർഭത്തിൽ, അവരുടെ പ്രതിസന്ധിയിലായി, പ്രശ്നങ്ങളിലായി അതില്ലാതാകുന്ന സന്ദർഭത്തിൽ അതിന് തൂണുകളെ ഉറപ്പിക്കുന്ന ആസാഫിനെ കാണാം. എങ്ങനെയാണ് തൂണുകളെ ഉറപ്പിക്കുന്നത്? ആദ്യ വാക്യത്തിൽ കാണുന്ന ആ സ്തോത്രം എന്ന കൂടി, ആ സ്തോത്രം എന്ന ബലത്തിൽ കൂടി നമ്മുടെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുന്ന സന്ദർഭത്തിൽ, ഏത് വിഷയങ്ങളുടെ മുമ്പിൽ അത് സ്തോത്രം അറിഞ്ഞുകൊണ്ട് നമ്മൾ നിന്നാൽ അതിന് നമുക്കൊരു ബലമാണ്. അപ്പോൾ അങ്ങനെ ആ തൂണോടുകൂടി ആസാഫ് നിൽക്കുന്നതായിട്ട് 2-ാം വാക്യത്തിൽ, 3-ാം വാക്യത്തിൽ കാണാൻ കഴിയും. അതുപോലെ 4-5 വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഡംഭം കാട്ടിരുന്ന ഡംബികളോടും കൊമ്പുയർത്തിരുന്ന ദുഷ്ടന്മാരോടും ഞാൻ പറയുന്നു, നിങ്ങളുടെ കൊമ്പ് മേലോട്ട് ഉയർത്തരുത്. അപ്പോൾ ദുഷ്ടന്മാരുടെ അഹങ്കാരവും പൊങ്ങച്ചവും ഉള്ള നിഗളവും ദുഷ്ടതയും പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെ ശാസിക്കുന്ന ഒരു വാക്യമായിട്ട്
അതിനെ കാണാൻ കഴിയും. അപ്പോൾ ആ ശാസിക്കണമെങ്കിൽ അധികാരമുള്ളവനാണല്ലോ അത് ശാസിക്കുന്നത്. അങ്ങനെ ഏത് കാര്യം സാധിക്കും. അങ്ങനെ പൊങ്ങച്ചം പറയുന്നവരോട് അവരെ ഓർമ്മപ്പെടുത്തി അവർക്ക് കൊടുക്കുന്ന വാണിംഗ് ആണ് 6-ാം വാക്യത്തിൽ നമുക്ക് കാണാം. നിനക്ക് അപ്പോൾ നമ്മൾ പറയും, എന്നെ കൊണ്ട് ഇത് സാധിക്കാം, ഇന്ന് ചെയ്യാൻ പറ്റും, അതിന് പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ നടത്തും എന്ന് ഡംഭം കാട്ടുന്ന, അഹങ്കാരം പറയുന്ന അവരോട് പറയുന്നതാണ് വാക്യമാണ് 6-ാമത്തെ ഇത്. അതിൽ അവനവൻ്റെ കഴിവിനല്ല, മിടുക്കിനല്ല, വിദ്യാഭ്യാസത്താലോ ജ്ഞാനത്താലോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹത്താലാണ്. ദൈവമാണ് നിനക്ക് ഉയർച്ച വരുന്നത്. ദൈവത്തിന് മാത്രമേ നിനക്ക് ഉയർച്ച ഉണ്ടാകാൻ വരുത്തുള്ളൂ എന്ന് അത് കാണിക്കുന്ന സൂചിപ്പിക്കുന്നത്. ഉയർച്ച വരുന്നത് തെക്കുന്നല്ല, വടക്കുന്നല്ല, പടിഞ്ഞാറുന്നല്ല എന്ന് സങ്കീർത്തനത്തിൽ കാണിക്കുന്നത് ദൈവത്തിൽ നിന്ന് മാത്രമാണ് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുന്നത്, നന്മ പ്രാപിക്കാൻ കഴിയുന്നത്. അല്ലാതെ നമ്മുടെ നിങ്ങളും കൊണ്ടോ നമ്മുടെ നമ്മുടെ ഹുങ്ക് കൊണ്ട് പറച്ചിൽ കൊണ്ടോ ഒന്നുമല്ല, എന്നെ കൊണ്ട് സാധിക്കുമെന്നുള്ള അഹങ്കാര വർത്തമാനം കൊണ്ടല്ല. അപ്പോൾ അതിനെ ഒരുത്തനെ ഉയർത്തുകയും ഒരുത്തനെ താഴ്ത്തുകയും ചെയ്യുന്ന ദൈവത്തിൽ നിന്നാണ് നമുക്ക് അനുഗ്രഹം പ്രാപിക്കുന്നത് വളരെ വ്യക്തമായി സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയുന്നു. അതുപോലെ 8-ാമത്തെ വാക്യത്തിൽ ദൈവം ഒരു ന്യായാധിപതിയായിട്ട് കാണുകയാണ്. ദൈവം ഒരു ന്യായാധിപന്റെ ഒരു കയ്യിൽ എന്നല്ല, ഒരു കയ്യിൽ ത്രാസാണ് ഇരിക്കുന്നത്. ഒരു ത്രാസാണ് ഒരു കയ്യിലുണ്ടെങ്കിൽ ആ ത്രാസിന്റെ ഒരു ത്രാസിന്റെ ഒരു തട്ടിൽ വീഞ്ഞ് നിറഞ്ഞിരിക്കുന്നു. അത് ദുഷ്ടതയുടെ വീഞ്ഞ്. അതിൽ ദുഷ്ടന്മാരും അഹങ്കാരികളും ഡംഭം കാട്ടുന്നവരും വലപ്പം പറയുന്നവരും അങ്ങനെ ഉള്ള ഒരു വിഭാഗം, ദുഷ്ടന്മാര്, ചതിന്മാരും വഞ്ചകന്മാരുമായിട്ടുള്ള ഒരു വിഭാഗം അതിൻ്റെ വീഞ്ഞ് വലിച്ചു കുടിക്കുന്ന ആ തട്ടില് ഉള്ള ന്യായാധിപന്റെ കയ്യിലുള്ള വീഞ്ഞ് വലിച്ചു കുടിക്കുന്നതും. എന്നാൽ മറുഭാഗത്ത് നീതിയുടെയും സ്തോത്രത്തിൻ്റെയും വിനയത്തിൻ്റെയും നന്മയുടെയും മറ്റുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവം തന്ന അനുഗ്രഹങ്ങളെയും മറ്റും മഹത്വപ്പെടുത്തുന്ന ഒരു അടുത്ത തട്ടിൽ ഉണ്ടെന്നും, അങ്ങനെ നീതിമാന്മാരുടെ ആ നന്മയെ ഉയർത്തുന്നവർ നീതിമാന്മാരാണെന്നും അതിനെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കൊണ്ട് കഴിയും. ആ വാക്യത്തിൽ അതാണ്, ആ നീതിമാനാണ് യാക്കോബിന്റെ ദൈവത്തിന് സ്തുതി പാടും നീതിമാൻ എന്നായിട്ട് 9-ാമത്തെ വാക്യത്തിൽ ഞാനോ എന്നേക്കും പ്രസ്താവിക്കും യാക്കോബിന്റെ ദൈവത്തിന് സ്തുതി പാടും. അങ്ങനെ നീതിമാന്മാർ സ്തുതി പാടുന്നതായിട്ടും, അതുപോലെ ദുഷ്ടന്മാരോട് ദൈവം ചെയ്യുന്ന പ്രവർത്തികൾ 10-ാമത്തെ വാക്യത്തിൽ പറയുന്ന ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെയും ഞാൻ മുറിച്ചു കളയും, നീതിമാന്മാരുടെ കൊമ്പുകളോ ഉയർന്നിരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 37:7 കാണുന്ന യോസഫിന്റെ കറ്റ നിവർന്നു നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. അങ്ങനെ നീതിമാനായ യോസഫിന്റെ കറ്റ നിവർന്നു നിൽക്കുന്നത് പോലെ നീതിമാന്മാരുടെ കൊമ്പുകളൊക്കെയും ഉയർന്നു നിൽക്കുന്നതായിട്ട് ഈ 10-ാം വാക്യത്തിൽ കാണാൻ കഴിയും. അതുപോലെ നമ്മളെ ഈ 75 സങ്കീർത്തനം ഇതിലും ധ്യാനിച്ചതിൽ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് സ്തോത്രത്തോടെ ദൈവത്തിന്റെ അതിശയ പ്രവർത്തികളെ വർണ്ണിക്കേണ്ടത് നമ്മുടെ ആവശ്യവും ചുമതലയും ആകുന്നു എന്നും, അതുപോലെ ന്യായവിസ്താരം നടത്തുന്ന ദൈവം ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെ മുറിച്ച് കളയുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ നമ്മൾ നീതിമാന്മാരുടെ കൊമ്പുകൾ ഉയർന്നിരിക്കുന്നതും അനുഗ്രഹിക്കുന്ന ദൈവം ആണെന്നും, നീതിമാന്മാരുടെ കൊമ്പുകളൊക്കെ ഉയർന്നിരിക്കുന്നതായിട്ടും കാണാൻ കഴിയും. അങ്ങനെ നീതിമാന്മാരായി ജീവിപ്പാൻ, വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ജീവിപ്പാൻ നമുക്ക് ഇടയാകട്ടെ. ഈ സങ്കീർത്തനങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മളെ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ വിനയപ്പെടുത്താം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നല്ലൊരു സങ്കീർത്തനം നമുക്ക് തന്നതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരാധന തുടങ്ങുവാൻ തക്കവണ്ണം ഹല്ലേലൂയ നീ ഞങ്ങളെ ഇടയാക്കുന്നല്ലോ എന്ന് ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. എവിടെ നിന്നാകുന്നു ഉയർച്ച വരുന്നതെന്ന് നമുക്കറിയില്ല. നമ്മുടെ ദൈവം സർവശക്തനായതിനാൽ നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ദുഷ്ടന്മാരുടെ കൊമ്പുകളെ ഒടിച്ചു കളയുന്നവൻ,
ഹല്ലേലൂയ. നീതിമാന്മാരുടെ കൊമ്പുകളെ ഉയർത്തുന്നവൻ നമ്മുടെ ദൈവമായതിനാൽ നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അല്പസമയം നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിലുള്ള കുറവുകളൊന്നും അടിയങ്ങളോട് കണക്കിടരുതേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ യാചിക്കാം. കർത്താവെ, ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് പകരാം. അനുഗ്രഹത്തിന് തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ പ്രിയപ്പെട്ടവരോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. 2025 സെപ്റ്റംബർ മാസത്തിലെ ആദ്യ ഞായറാഴ്ച ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാൻ തപ്പണം വലിയവനായ ദൈവം നമ്മോട് കാണിച്ച കരുണയ്ക്കായിട്ട് ഹല്ലേലൂയ. ഈ ഹോളിൽ ഇന്ന് വന്ന് കൂടുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഇടയാക്കിയല്ലോ. ഓൺലൈനിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ചേർന്ന് പ്രാർത്ഥിക്കുവാൻ, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ഇന്ന് ദൈവം നമ്മെ സഹായിച്ചതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുക, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുക. നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ദൈവസന്നിധിയിലായിരിക്കാൻ ഹല്ലേലൂയ നമുക്ക് തന്ന ഭാഗ്യത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റാം. 2-3 പേര് ദൈവനാമത്തിൽ ഒരുമിച്ച് എവിടെ കൂടിയാലും, ഒരു മനസ്സോടെ കൂടിയാൽ അവരുടെ മധ്യത്തിൽ കടന്നു വരുന്ന ഒരു ദൈവം നമ്മുടെ മധ്യത്തിലുള്ളതിനാൽ നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സംഭവമായ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എത്രയോ നമ്മളെ വേദനിപ്പിക്കുന്നതായ കാഴ്ചകളും നമ്മളെ ഭാരപ്പെടുത്തുന്നതായ ഒത്തിരി ന്യൂസ് നമ്മൾ കാണുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രതിസന്ധികൾ ഏറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാകുന്നല്ലോ. എത്ര ഭയപ്പെടുത്തുന്നതായ വാർത്തകളാണ് നാം കേൾക്കുന്നത്. ഞാൻ ഇന്നിവിടെ വന്നപ്പോൾ നമ്മുടെ തോമസ് കുട്ടി പറയുകയായിരുന്നു, ഇന്നലെ തേവലക്കര ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഒരു ഭവനത്തിലെ 5 പേര് ആക്സിഡന്റിൽ പെട്ടിരിക്കുക. അതിൽ 3 പേര് ഓൺ ദ സ്പോട്ടിൽ മരിച്ചുപോയി. അപ്പനും മക്കളും. ഒരു കൊച്ചു കുഞ്ഞ് ഇപ്പോൾ വെന്റിലേറ്ററാണ്. നമ്മൾ ഓർത്ത് നോക്കിയേ, എത്ര ഖേദകരമായ അനുഭവം. ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയപ്പെട്ട് ജീവിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെയാണ് ഈ കാലങ്ങളിൽ നമ്മുടെ സന്നിധിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്നത്. നമ്മളെ തന്നെ ഒന്ന് വിനയപ്പെടുത്തുമോ? ഹല്ലേലൂയ. നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തുമോ? എവിടെയാണ് നമ്മുടെ അവസ്ഥയൊന്ന് ചിന്തിപ്പാൻ തക്കവണ്ണം നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ നമുക്ക് താഴ്ത്തി സമർപ്പിക്കാം. അവൻ്റെ സന്നിധിയിൽ സമാധാനമുണ്ട്, അവൻ്റെ സന്നിധിയിൽ വിടുതലുണ്ട്. അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണല്ലോ. അതുകൊണ്ടാണല്ലോ നാം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ പ്രദേശത്ത് ദീർഘവർഷകാലമായിട്ട് ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രെയർ ഫെലോഷിപ്പായിട്ട് നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയല്ലോ. നമ്മുടെ പൂർവ്വന്മാരെ അതിനായിട്ട് സഹായിച്ചല്ലോ. ഇന്നും നമ്മുടെ പ്രിയപ്പെട്ടവരെ അതിനായിട്ട് ഒരുക്കുന്നല്ലോ. നന്ദിയോടെ നമുക്ക് ദൈവത്തിന് നന്ദി, സ്തുതി, സ്തോത്രങ്ങൾ അർപ്പിക്കാം. വ്യക്തികൾക്ക് താങ്ങായിട്ട്, കുടുംബങ്ങൾക്ക് കൂട്ടായ്മ കൊടുക്കുന്നവരായിട്ട്, അന്യോന്യം ബലപ്പെടുത്തുന്ന ജീവിതമായി തീരുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇന്നും ദൈവം നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും അതിനായിട്ട് എടുത്തുപയോഗിക്കുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി, സ്തുതി, സ്തോത്രങ്ങൾ അർപ്പിക്കാം. ഇന്ന് നമുക്ക് ലഭിക്കുന്ന നേതൃത്വത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റാം. നാട്ടിൽ നിന്ന് വേക്കുട്ടിച്ചായൻ കുടുംബമായിട്ട് നമുക്ക് നല്ല നേതൃത്വം ല്ലോ. നാട്ടിലായിരിക്കുന്ന ബാബുച്ചാനും കുടുംബവും, നാട്ടിലായിരിക്കുന്ന രായൻചാനും കുടുംബവും, എല്ലാവരെയും കുടുംബമായിട്ട് നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഇവിടെ ആയിരിക്കുന്ന തോമസ് കുട്ടി ബ്രദറും കുടുംബവും നമുക്ക് തരുന്ന നേതൃത്വത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സജി ബ്രദറിനെയും കുടുംബത്തെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അങ്ങനെ നമുക്ക് ചെറുതും വലുതുമായ ഓരോ ശുശ്രൂഷകൾ ചെയ്ത് നമുക്ക് തരുന്ന നേതൃത്വത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റാം. ഇതൊക്കെ നമ്മുടെ മിടുക്കും സാമർഥ്യവും ഒന്നുമല്ലല്ലോ, ദൈവം നമ്മോട് കാണിക്കുന്ന കരുണയാകുന്നല്ലോ. അതുകൊണ്ട് നമുക്ക് 1000-10,000 സ്തോത്രം ചെയ്യാം. അവൻ്റെ സന്നിധിയിൽ ഒന്ന് വിനയപ്പെടുവാൻ അപ്പാ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റി പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ സൂം അതുപോലുള്ള ഓരോ സിസ്റ്റമൊക്കെ കൈകാര്യം ചെയ്യുന്ന പ്രിയ മക്കളെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അവിടെ ശുശ്രൂഷിക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ കൊയറിനെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഓരോ വ്യക്തികളെയും ഹല്ലേലൂയ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ശുശ്രൂഷ എത്ര അനുഗ്രഹപ്രദമാ, നമുക്ക് എത്ര സന്തോഷകരമാ. ഹല്ലേലൂയ
ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരുടെ താലന്തുകൾ നമ്മുടെ മുമ്പിൽ പ്രകടിപ്പിക്കുമ്പോൾ അവരെ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും അവരെ നിറയ്ക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഓരോ മക്കളെയും അവരുടെ ആവശ്യങ്ങളെയും നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ആ സഹായം തരുന്ന പർവ്വതത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. ദൈവം നമുക്ക് മതിയായ ദൈവമായതിനാൽ ദൈവത്തിന് നമുക്ക് നന്ദി കരേറ്റാം. നാം ആയിരിക്കുന്ന ഈ പ്രദേശത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റാം. ഇതിൻ്റെ ഭരണാധികാരികളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നാം ഇന്നായിരിക്കുന്ന ഈ ഹോളിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇത് നമുക്ക് ലഭ്യമാക്കി തന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ ഇത്രയും സൗകര്യം ദൈവം തരുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തിന് മഹത്വം കരേറ്റാം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പ്രതിസന്ധികളൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാമല്ലോ. നമ്മുടെ പ്രത്യേകിച്ച് സുവിശേഷ വേലകൾക്കൊക്കെ പ്രതിസന്ധികളൊക്കെ നിറഞ്ഞിരിക്കുന്ന കാലയളവിലാകുന്നല്ലോ. നമ്മുടെ കൊച്ചു കേരളത്തെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെയൊക്കെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. സുവിശേഷ വേലക്കാരെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രദേശത്ത് ചൂടിൻ്റെ ആധിക്യത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ. ജോലി സംബന്ധമായ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടല്ലോ. അവരെയൊക്കെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ കൂടെ ജോലി ചെയ്യുന്നവരെയൊക്കെ നമുക്ക് ഓർക്കാം. നമ്മുടെ കൂട്ടുവിശ്വാസികളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂട്ടുകാരെയും കുടുംബങ്ങളെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മളോട് കൂടെ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടത്തും വലത്തുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് ഓർത്താം. ഓരോ കുടുംബങ്ങളും ഓരോ പ്രതിസന്ധിയിൽ കൂടെയും ഭാരത്തിൽ കൂടെയും സന്തോഷ സാഹചര്യങ്ങളിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ആ ഭവനങ്ങളെ ഒക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഏത് സാഹചര്യങ്ങളിലായിരുന്നാലും ദൈവ കൃപയിലായിരിക്കാൻ തക്കവണ്ണം, ദൈവത്തെ മുൻനിർത്തി ജീവിപ്പാൻ തക്കവണ്ണം കർത്താവെ ഓരോരുത്തരെയും അവിടുന്ന് ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറകളെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇവിടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ദൂരസ്ഥരായിരിക്കുന്നവരുണ്ട്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മാതാപിതാക്കന്മാരുടെ ദൈവം എൻ്റെ ദൈവം എന്ന് പറയുവാൻ തക്കവണ്ണം അവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ സാക്ഷ്യമുള്ളവരായിരിക്കാൻ തക്കവണ്ണം കർത്താവെ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്ന വിവിധ സഭകളെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നേതൃത്വം കൊടുക്കുന്ന മക്കളെയൊക്കെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മിഷൻസ് ഇന്ത്യയെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പ്രിയപ്പെട്ട ദാസന്മാരിൽ കൂടെ നടത്തുന്നതായ ശുശ്രൂഷകളെ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും അത് വ്യാപിപ്പാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് ഇടയാക്കണമേ. സുവിശേഷ വേലക്കാരെയും അവരുടെ കുടുംബങ്ങളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കണമേ. വേല സ്ഥലങ്ങളെ ദൈവകരങ്ങളിൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കാം. ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നാം സപ്പോർട്ട് ചെയ്യുന്ന വയനാടിലെ ഓൾഡ് ഏജ് ഹോമിനെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പ്രിയകൃഷ്ണനെയും കുടുംബമായിട്ടും അവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ നാമത്തിൽ നടത്തപ്പെടുന്ന ശുശ്രൂഷകളൊക്കെ അനുഗ്രഹപ്രദമായിട്ട് നടക്കുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദൈവം എന്നും എന്നേക്കും എൻ്റെ ദൈവം, അവൻ എന്നെ ജീവവരെ നിന്ന് നടത്തുന്നുള്ളതായ പ്രത്യാശയോടുകൂടെ ജീവിതയാത്ര മുന്നോട്ട് നയിപ്പാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടയും നടത്തിയ വിധങ്ങൾ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാം ആയിരിക്കുന്ന പലരും പല രീതിയിൽ വേദനകൾ അനുഭവിക്കുന്നവരാകുന്നല്ലോ. അതുകൊണ്ട് നമുക്ക് അവരെയൊക്കെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മോടുകൂടെ ആയിരുന്ന പലരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് ദൈവസന്നിധിയിലായിരിക്കുന്നു. അവരുടെയൊക്കെ ധന്യമായ ജീവിതത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി. നമ്മളോട് കൂടെ കൂട്ടായ്മ ആചരിച്ച പലരും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിരിക്കുന്നല്ലോ. അവരെയും കുടുംബങ്ങളായിട്ടും അതുപോലെ ചിലരൊക്കെ ജീവിതത്തിൽ ഏകാന്തതയിലായിരിക്കുന്നു. അവരെയൊക്കെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കവണ്ണം യേശുവേ ദാവീദ് പുത്ര കരുണ കാണിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളെല്ലാം നമുക്ക് ദൈവകരങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം സഹായിക്കുന്ന ദൈവമാ, മതിയായ ദൈവമാ, മാറാത്ത ദൈവമാ. അതുകൊണ്ട് നമുക്ക് എല്ലാ ഭവനങ്ങളെയും ദൈവകരങ്ങളിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം.
നമ്മുടെ ആരെങ്കിലും പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രിയപ്പെട്ടവരെയൊക്കെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിച്ചാട്ട് അവരുടെ ഏത് വിഷയമാണ് നമ്മളുടെ കയ്യിൽ തന്നിരിക്കുന്നത് ആ വിഷയം ആത്മാർത്ഥമായിട്ട് നമ്മുടെ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചാട്ട് അവൻ മതിയായ ദൈവമായതിനാൽ, അവൻ നമ്മുടെ ചാരയുള്ള ദൈവമായതിനാൽ, കഴിഞ്ഞ കാലങ്ങളിൽ നാം പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങൾ പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതിനൊക്കെ മറുപടി തന്ന ദൈവം നമ്മോട് കൂടെയുള്ള ദൈവമായതിനാൽ, ഇമ്മാനുവേലായ ദൈവം നമ്മോട് കൂടെയുണ്ടല്ലോ. അതുകൊണ്ട് എന്തിനെ ഭാരപ്പെടണം? ആ വിഷയങ്ങളെയൊക്കെ നമുക്ക് ഒന്ന് ഇറക്കി വെക്കാമോ? അവൻ അതൊക്കെ എടുത്ത് ലഘൂകരിച്ച് തരുന്ന ദൈവമായതിനാൽ നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റാം. പ്രത്യേകിച്ച് നാം പ്രാർത്ഥിച്ച ചില വിഷയങ്ങളൊക്കെ നമുക്ക് മറുപടി ലഭിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ കൊടുത്ത വിടുതലുകൾക്കായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റാം. വേച്ചാനെ കുടുംബമായിട്ട് കൊടുത്ത വിടുതലിനായിട്ട് സ്തോത്രം ചെയ്യാം. കോശി ബ്രദറിനെ അത്ഭുതകരമായിട്ട് വിടുവിച്ച വിടുതലിനായിട്ട് നന്ദി കരേറ്റാം. നമ്മുടെ റെഞ്ചി ബ്രദറിന് കൊടുത്ത സൗഖ്യത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സെൻ ബ്രദറിന് കൊടുത്ത സൗഖ്യത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റാം. ഹല്ലേലൂയ. നമ്മുടെ പ്രിൻസിന് ദൈവം കൊടുത്ത വിടുതലിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. അങ്ങനെ എത്രയോ എത്രയോ വിടുതലുകൾ നമ്മൾ അനുഭവിച്ചവരാ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചരാ. ആ വിടുതലുകൾക്കാർക്കൊക്കെ നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റാം. നന്ദി അല്ലാതെ ഒന്നുമില്ല അപ്പച്ച, സ്തുതിയല്ലാതെ ഒന്നും ഞങ്ങൾക്ക് തരുവാനില്ല അപ്പച്ച. നിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവേ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് തോമസ് കുട്ടിയോട് പറയുകയായിരുന്നു, ഈ ദുബൈയിലെ പള്ളിയിലുണ്ടായിരുന്ന ഒരു ബ്രദർ തോമസ് കുട്ടി നാട്ടിൽ പോയി സെറ്റിലായിരിക്കുകയാണ്. അവർ സ്കൂട്ടറിൽ യാത്ര ചെയ്തപ്പോൾ പ്രിയദാസി ഒരു ആക്സിഡന്റിൽ അകപ്പെട്ടു. അങ്ങനെ അത് ശുശ്രൂഷയൊക്കെ ചെയ്ത് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. വളരെ വിടുതലൊക്കെ ലഭിച്ച് വന്നുകൊണ്ട് സന്തോഷത്തിൽ ആ സാഹചര്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയാണ് പ്രിയപ്പെട്ടവന് വോക്കൽ കോഡിന് ക്യാൻസർ ആണെന്ന് ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത്. എത്ര വേദനാജനകമായ സാഹചര്യമാണെന്നറിയാമോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അനുഭവങ്ങൾ പല രീതിയിലാണ് ഓരോരുത്തർക്ക്. ഇന്നലെ 2 ദിവസത്തിന് മുമ്പ് എൻ്റെ ഇളയ സഹോദരൻ ഇവിടെ അലൈനിൽ കുടുംബമായിട്ട് താമസിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഒരു ചെറിയൊരു സ്ട്രോക്ക് ഉണ്ടായി. ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. പിറ്റേ ദിവസമാണ് ഞങ്ങൾ അറിയുന്നത്. ഹോസ്പിറ്റലിൽ എത്തിച്ചു. സമയത്തിന് അവിടെ എത്തുവാൻ സാധിച്ചു. ആ സ്ട്രോക്കിൻ്റെ ക്ലോട്ടൊക്കെ മാറി. എന്നാൽ ചെറിയ ഡാമേജസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വലത് കൈക്കും വലത് കാലിനും സംസാരിക്കുവാനും ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട്. ദൈവം അത് മാറ്റിത്തരുമെന്ന് പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. ഇപ്പോൾ വീട്ടിലായിരിക്കുന്നു, ശുശ്രൂഷ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് പ്രത്യേകം ഞാൻ അപേക്ഷിക്കുക. അതുപോലെ പ്രതിസന്ധികൾ നിറഞ്ഞ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മൾ ആരും ഇതിൽ നിന്ന് ഒറ്റപ്പെട്ടവരല്ല. നമ്മുടെ ജീവിതത്തിലും പലതരമായ വേദനകളും വീഴ്ചകളും ഭാരങ്ങളും ഒക്കെ ഉള്ളവരാ. അതൊക്കെ ഇറക്കി വെച്ച് ദൈവസന്നിധിയിൽ വിടുതൽ പ്രാപിച്ച് ജീവിപ്പാൻ തക്കവണ്ണം കർത്താവെ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ രോഗികളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് സിബിയെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മത്തായി തോമസ് ബ്രദറിനെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രാജു ശാമുവേലിനെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന MS കുര്യൻ ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയദാസനും ദാസിയും കൂടെ നാട്ടിലേക്ക് 14-ാം തീയതി ശുശ്രൂഷ ലഭിപ്പാൻ തക്കവണ്ണം ചെറിയ ട്രീറ്റ്മെൻറ്റൊക്കെ കടന്നു പോവുകയാണ്. ആ ഭവനത്തെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിച്ചിരിക്കുക. ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. വാർദ്ധക്യ മാതാപിതാക്കന്മാരെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. തോമസ് കുട്ടിയുടെ മാതാവിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ സജി ബ്രദറിൻ്റെ മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രിയ മാതാപിതാക്കന്മാർ ഭാരത്തിലും കിടക്കയിലും ഒക്കെ ആയിരിക്കുന്നവരുണ്ടല്ലോ. എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ അനുഭവിപ്പാൻ തക്കവണ്ണം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ആരോടും നമ്മൾ ഷെയർ ചെയ്യാത്തതായ വേദനകളും ഭാരങ്ങളും ശാരീരികമായ അസ്വസ്ഥതകളും ഒക്കെ നമുക്കുണ്ടല്ലോ. അതൊക്കെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അവൻ മതിയായ ദൈവമാണല്ലോ. അവൻ നമ്മുടെ ചാരയുണ്ടല്ലോ. അവൻ്റെ മാറിൽ ചാരി ആശ്വസിപ്പാൻ നമ്മൾക്ക് ദൈവം അവകാശം തന്നിരിക്കുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് നമ്മുടെ ഭാരങ്ങളും വേദനകളുമായിട്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അവൻ വിടുതലിൻ്റെ ദൈവമാണല്ലോ. ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങളുമായിട്ടാണല്ലോ കടന്നു വന്നിരിക്കുന്നത്. ഏത് വിഷയമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. നമ്മുടെ അടുത്തിരിക്കുന്നവരുടെ ഭാരം നമുക്കറിയില്ല. എന്നാൽ അറിയുന്നൊരു ദൈവമുണ്ടല്ലോ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ. അവൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. സ്തോത്രം.
ഒരു ദിവസവും അത്ഭുതകരമായിട്ട് നമ്മളെ നടത്തുന്നല്ലോ. ഇന്ന് നമുക്ക് നല്ലൊരു കൂട്ടായ്മ നമുക്ക് ലഭിച്ചതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി, സ്തുതി, സ്തോത്രങ്ങൾ അർപ്പിക്കാം. ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ, സ്വാതന്ത്ര്യമായിട്ട് നാവ് തുറന്ന് തൊണ്ട തുറന്ന് ദൈവത്തെ ഒന്ന് ആരാധിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി കരേറ്റാം. ഇന്ന് നമ്മുടെ മധ്യത്തിൽ വചനവുമായി കടന്നു വന്നിരിക്കുന്ന നമ്മുടെ സജി ബ്രദറിനെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മളിൽ ഒരുവനാകുന്നല്ലോ, നമ്മുടെ കൂട്ടായ്മയിലുള്ള ആളാണല്ലോ. ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയദാസന് കൊടുത്തിരിക്കുന്നതായ ദൈവിക താലന്തുകൾക്കായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അത് നല്ല രീതിയിൽ വ്യാപാരം ചെയ്ത് പ്രദേശത്ത് ദൈവിക നാമ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രിയദാസനാകുന്നല്ലോ. പ്രിയദാസനെ ഇന്ന് എടുത്തുപയോഗിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയദാസന്റെ സൗണ്ടല്ല നമുക്കിന്ന് കേൾക്കേണ്ടത്, നമ്മുടെ ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാൻ തക്കവണ്ണം നമ്മുടെ കാതുകളെ നമുക്ക് വിനയപ്പെടുത്താം. പ്രിയദാസനെ അതിനായിട്ട് ഒരുക്കണമേ, ശക്തീകരിക്കണമേ, പരിശുദ്ധാത്മാവിൽ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആത്മാർത്ഥമായിട്ട് അപേക്ഷിക്കാം. ഈ ആഴ്ചയിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ നമുക്ക് ഓർത്ത് ഒരു വാക്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സുജ മാത്യു 10-ാം തീയതി, സെപ്റ്റംബർ 10-ാം തീയതി ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. ജെയിനി കോശി 11-ാം തീയതി ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. റൂത്ത് മാത്യു, നമ്മുടെ രാജൻ ബ്രദറിന്റെ മകൾ, 12-ാം തീയതി ഒരു പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കുന്നു. ബിജി വിനോദ്, വൈഫ് ഓഫ് വിനോദ്, 13-ാം തീയതി ഒരു പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കുന്നു. പുതുവർഷം അനുഗ്രഹത്തിന്റെ വർഷമായി തീരുവാൻ തക്കവണ്ണം നമുക്കെല്ലാവർക്കും ഈ പറഞ്ഞ ഓരോരുത്തരെയും ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെയൊക്കെ ഓർത്തുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവാനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, നല്ല മധ്യാഹ്ന വേളയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രെയർ ഫെലോഷിപ്പായിട്ട് ഒരു ഞായറാഴ്ച കൂടെ കൂടി വന്ന് നിന്നെ മഹത്വപ്പെടുത്തുവാൻ, നിന്നെ പാടുവാൻ, ആരാധിക്കുവാൻ, സന്തോഷം പങ്കിടുവാൻ, നിന്റെ വചനം വായിപ്പാൻ, അതിൽ നിന്ന് ധ്യാനിപ്പാൻ ഒക്കെ നീ ഞങ്ങളെ ഇടയാക്കുന്ന വൻകൃപകൾ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് ഞങ്ങൾ ഒത്തിരി വിഷയങ്ങൾ ഇതിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചല്ലോ കർത്താവേ. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകളെ പൂർണ്ണമായിട്ട് ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരു ദൈവമായതിനാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു കർത്താവേ. നീ അതിനൊക്കെയും തക്ക സമയത്ത് മറുപടി നൽകുന്ന ദൈവമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു കർത്താവേ. ഇന്നയോളം ഞങ്ങളെ നടത്തിയവൻ ഇനിയും നടത്തുമെന്നുള്ളതായ വലിയ പ്രത്യാശയിൽ ജീവിപ്പാൻ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു കർത്താവേ. അടിയങ്ങളുടെ ആവശ്യങ്ങളും ഭാരങ്ങളും എല്ലാം നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് സമാധാനവും സൗഖ്യവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ യേശുവേ, അടിയങ്ങളെ നിന്നെ ആരാധിക്കുവാനായിട്ട് അല്പസമയം എടുക്കുന്നു കർത്താവേ. നിന്റെ കൃപ ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനാൽ സ്തോത്രം കർത്താവേ. നിന്റെ കർത്താവെ മക്കളെ നീ അതിനായിട്ട് എടുത്ത് ഉപയോഗിക്കണം കർത്താവേ. നിന്നെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നവരാക്കി ഞങ്ങളെ തീർക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു കർത്താവിന്റെ തിരുനാമത്തിൽ അപേക്ഷിക്കുന്നത് ദയോടെ കേൾക്കണമേ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് അല്പനേരം കർത്താവിനെ ആരാധിക്കാൻ ലഭിച്ചിരിക്കുന്ന അസുലഭമായ ഒരു സന്ദർഭമാണല്ലോ ഇത്. അതുകൊണ്ട് ഹല്ലേലൂയ, അല്പസമയം നമുക്ക് കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാം. ഈ ഹാളിലും ഈ സൂമിന്റെ പരിധിയിലുമായിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഇന്ന് 75-ാം സങ്കീർത്തനത്തിലൂടെ തൻ്റെ ദാസൻ സാംസൺ സഹോദരൻ വളരെ ശക്തമായി ആ പൈതലിലൂടെ കർത്താവ് നമ്മളോട് സംസാരിച്ചു. ആസാഫിന്റെ ഒരു സങ്കീർത്തനമാണ്, ഒരു സംഗീതമാണ്. അവൻ കർത്താവിനോട് പറയാണ്, ദൈവമേ, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രത്തോടെ ഹല്ലേലൂയ. അവന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നവരെ ഹല്ലേലൂയ ഉറപ്പിക്കുന്ന ഒരു കർത്താവിനെ കുറിച്ച് നാം കേട്ടു. ഹല്ലേലൂയ. ഉറപ്പിച്ച് നിലനിർത്തുന്ന ഒരു ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. അതിന്റെ 4-5 ഇങ്ങനെയാ പറയുന്നത്: ഡംബ കാട്ടരുതെന്ന ഡംബികളോടും കൊമ്പ് ഉയർത്തരുതെന്ന ദുഷ്ടന്മാരോടും ഞാൻ പറയുന്നു, നിങ്ങളുടെ കൊമ്പ് മേലോട്ട് ഉയർത്തരുത്, ശാഠ്യത്തോടെ സംസാരിക്കരുത്. അതെ, നമ്മുടെ കൊമ്പ് ഉയർത്താൻ നാം ആരാ? ശാഠ്യത്തോടെ സംസാരിക്കാൻ നാം ആരാ? പലപ്പോഴും ഹാലലി നമ്മുടെ ജീവിതയാത്രയിൽ പലതും മറന്നുപോയി നമ്മൾ മറ്റുള്ളവരോട് ശാഠ്യത്തോടെ സംസാരിച്ചിട്ടുണ്ടോ? എങ്കിൽ ഈ പകൽക്കാലം യേശുവേ, നിന്റെ ഒരു വാക്ക് മതി, എൻ്റെ ജീവിതം മാറും,
കാരണം ഞാൻ ആരെയെങ്കിലും താഴ്ത്തി കെട്ടിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ആരോടെങ്കിലും ശാഠ്യത്തോടെ സംസാരിച്ചെങ്കിൽ, കർത്താവേ നീ പകൽക്കാലം എന്നോട് ക്ഷമിക്കുമോ എന്ന് പറയുവാനുള്ള ഒരു അസുലഭമായ ഒരു പകൽക്കാലം കർത്താവ് നമുക്ക് ദാനമായി തന്നിരിക്കുകയാണ്. അതിൻ്റെ 8ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്: യഹോവയുടെ കയ്യിൽ ഒരു പാനപാത്രമുണ്ട്, വീഞ്ഞു നുരയ്ക്കുന്നു, അത് മദ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അവൻ അതിൽ നിന്നും പകരുന്നു. കർത്താവ് പകർന്നുകൊണ്ടിരിക്കുക മദ്യമാണ്. എന്നാൽ ഭൂമിയിലെ സകല ദുഷ്ടന്മാരും അതിന്റെ മട്ട് വലിച്ചു കുടിക്കുന്നു. ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ, ലോകത്തിന്റെ പരിധികളിൽ പലതുമുണ്ട്. എല്ലാം ദൈവം സൃഷ്ടിച്ചതാണ്. എന്നാൽ ഇന്നൊക്കെ നമ്മൾ കാണുന്ന ആഘോഷങ്ങളൊക്കെ ഇല്ലേ, കർത്താവ് ഇങ്ങനെ നുരഞ്ഞും പൊതിച്ചും ഇങ്ങനെ നമ്മളുടെ മുമ്പിൽ ചിലതൊക്കെ കാട്ടിത്തരുന്നുണ്ട്. എന്നാൽ നാം അതിന്റെ മട്ട് വലിച്ചു കുടിക്കുന്നവരാണോ? നാം തന്നെ ശോധന ചെയ്യുക. ഹല്ലേലൂയ. ഇന്ന് ആഘോഷങ്ങൾ പല രീതിയിൽ മാറ്റപ്പെടുന്നുണ്ട്, പലരെ ആരാധിക്കുന്നുണ്ട്, പല വേഷങ്ങൾ നാം ധരിക്കുന്നുണ്ട്, പലതിന്റെ പേരിൽ നമ്മൾ പലതുമൊക്കെ ആഘോഷിക്കുന്നുണ്ട്. കർത്താവ് ഇതെല്ലാം നമ്മളുടെ മുമ്പിൽ വെച്ചിരിക്കുക. എന്നാൽ നമുക്കൊരു തെരഞ്ഞെടുപ്പ് ആവശ്യമാണ്. നമ്മളതിന്റെ മട്ട് വലിച്ചു കുടിക്കുന്നവരാണോ? സ്വയം ചിന്തിക്കുക. കർത്താവേ, ഞാൻ അങ്ങനെ അമിതമായ നീ ഇച്ഛിക്കാത്ത ആഘോഷങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, കർത്താവേ നിന്റെ ഒരു വാക്ക് മതി, നിന്റെ ഒരു വാക്ക് മതി എൻ്റെ ജീവിതം മാറിടാൻ. ഞാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും പൂർണ്ണമായി സമർപ്പിക്കുന്നുവെന്ന് പറയുവാൻ നമുക്ക് ഈ അവസരം ഉപയോഗിക്കാം. എൻ്റെ ജീവിതത്തിൽ ഡംബ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരോടെങ്കിലും ശാഠ്യത്തോടെ സംസാരിച്ചെങ്കിൽ, കർത്താവ് ഈ പകൽക്കാലം എന്നെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ആ മട്ട് വലിച്ചു കുടിക്കാൻ യോഗ്യത എനിക്കുണ്ടാകരുതേ കർത്താവേ. ഹല്ലേലൂയ. ദുഷ്ടന്റെ പദവിയിലേക്ക് നീ എന്നെ ആക്കി തീർക്കരുതേ. ഹല്ലേലൂയ. എൻ്റെ യേശുവിനെ നിലനിർത്തിയുള്ള ആഘോഷം മാത്രമേ എൻ്റെ ജീവിതത്തിൽ കടന്നു വരാവൂ എന്ന് പ്രാർത്ഥിക്കുന്നവർ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. അല്പസമയം കർത്താവിനോട് പറയാം, യേശുവേ ഒരു വാക്കുമതി എൻ്റെ ജീവിതം മാറിടുവാൻ. ഓ നിന്റെ സന്നിധിയിൽ ഞാൻ ഇപ്പോൾ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുകയാണ്, വചനം കേൾക്കാനായി പോവുകയാണ്. അതുകൊണ്ട് യേശുവേ ഒരു വാക്കുമതി എൻ്റെ ജീവിതം മാറിടുവാൻ. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ നിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ അവസ്ഥ മാറിടുവാൻ, എന്നിലൊരു രൂപാന്തരം വരുവാൻ, ഞാൻ ഏറെ ഫലം കായ്ക്കപ്പെടുവാൻ നിന്റെ ഒരു വാക്ക് മതി. അതെ, നിന്റെ ഒരു വാക്ക് മാത്രം മതി. മരിച്ചവരെ ഉയർപ്പിക്കുന്നതായ എന്റെ കർത്താവിന്റെ കൃപ, രോഗികളെ സൗഖ്യമാക്കുന്ന അവന്റെ പ്രഭ, ഹല്ലേലൂയ, നിന്റെ ഒരു വാക്ക് മതി. നമ്മൾക്ക് ഒരുമിച്ച് ഇതിന്റെ അർത്ഥങ്ങൾ ധ്യാനിച്ചുകൊണ്ട് പാടി കർത്താവിനെ ആരാധിക്കാം. യേശുവേ ഒരു വാക്ക് മതി. ഹല്ലേലൂയ. ഓ ഗ്ലോറി. യേശുവേ ഒരു വാക്ക് മതി എന്റെ ജീവിതം മാറിടുവാൻ. യേശുവേ ഒരു വാക്ക് മതി അപ്പാ എന്റെ ജീവിതം മാറിടുവാൻ. യേശുവേ ഒരു വാക്കു മതി എന്റെ ജീവിതം മാറിടുവാൻ. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. യേശുവേ ഒരു വാക്കു മതി. യേശുവേ ഒരു വാക്ക് മതി എന്റെ ജീവിതം മാറിടുവാൻ. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. യേശുവേ നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. യേശുവേ പ്രിയനേ നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും
മതി എനിക്ക്. ഓ, മരിച്ചവരെ ഉയർത്തവനാ, ആമേൻ. രോഗികളെ വിടുവിച്ചവനാ ഹല്ലേലൂയ. ദൈവമേ. ആമേൻ. ഓ, ഹല്ലേലൂയ. സ്തോത്രം. കൊടുങ്കാറ്റിനെ ശാന്തമാക്കി ഹല്ലേലൂയ. നിന്റെ ഒരു വാക്കും മതി, ആമേൻ. നിന്റെ ഒരു വാക്കും മതി. യേശുവേ, എന്റെ പാപമഗ്നമായ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ആമേൻ. സ്തോത്രം. നിന്റെ ഒരു വാക്കും മതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. തുടർന്ന് പാടാം. ആമേൻ. മരിച്ചവരെ ഉയർപ്പിച്ചവനാ. ഓ, glory. ആമേൻ. 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 ഹല്ലേലൂയ. ആമേൻ. യേശുവേ, സ്തോത്രം. സ്തോത്രം. മരിച്ചവരെ ഉയർപ്പിച്ചതാ, രോഗികളെ വിടുവിച്ചതാ, കൊടുങ്കാറ്റിനെ അടക്കിയതാ, നിന്റെ ഒരു വാക്കു മതി എനിക്ക്. മരിച്ചവരെ ഉയർപ്പിച്ചതാ, രോഗികളെ വിടുവിച്ചതാ, കൊടുങ്കാറ്റിനെ അടക്കിയതാ, നിന്റെ ഒരു വാക്കു മതി ഓ, എനിക്ക്. യേശുവേ, എൻ പ്രിയനേ. യേശുവേ, എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. യേശുവേ, എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ, നിന്റെ ഒരു വാക്കു മതി എനിക്ക്. അതെ, മറ്റൊന്നും വേണ്ട. മറ്റൊന്നും ഓ, glory. നിന്റെ ഒരു വാക്ക്. വേണ്ടിപ്പോ, നിന്റെ ഒരു വാക്ക്. നിന്റെ ഒരു വാക്കു മതി എനിക്ക്. എന്റെ അവസ്ഥകൾ മാറിടുവാൻ, എന്നിൽ രൂപാന്തരം വരുവാൻ, ഞാനേറെ വരം നൽകാൻ, നിന്റെ ഒരു വാക്കു മതി എനിക്ക്. എന്റെ അവസ്ഥകൾ മാറിടുവാൻ, എന്നിൽ അതെ, യേശുവേ, രൂപാന്തരം എനിക്കൊരു രൂപാന്തരം വരുവാൻ. വരുവാൻ, ഹല്ലേലൂയ. ഞാനേറെ ഫലം കായ്ക്കുവാൻ. നൽകാൻ, നിന്റെ ഒരു വാക്ക്. നിന്റെ ഒരു വാക്കു മതി എനിക്ക്. യേശുവേ, എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. യേശുവേ, എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ, മറ്റൊന്നും നിന്റെ ഒരു വാക്ക്. വേണ്ടിപ്പോ, നിന്റെ ഒരു വാക്ക്. നിന്റെ ഒരു വാക്കു മതി എനിക്ക്. മറ്റൊന്നും വേണ്ടിപ്പോ, നിന്റെ ഒരു വാക്കു മതി എനിക്ക്. മറ്റൊന്നും വേണ്ടിപ്പോ, നിന്റെ ഒരു വാക്കു മതി എനിക്ക്. അതെ കർത്താവേ, മറ്റൊന്നും വേണ്ടപ്പാ, നിന്റെ ഒരു വാക്കു മതി. ഞാൻ അനുഭവിക്കുന്ന എൻ്റെ ഭാരങ്ങള്, എൻ്റെ വേദനകള്, എൻ്റെ വ്യാകുലതകൾ മാറുവാൻ മറ്റൊന്നും വേണ്ട. അത് യേശുവേ, കാൽവറിയിൽ അവസാന തുള്ളി രക്തം വരെ തന്ന് എന്നെ വീണ്ടെടുത്ത, നമ്മളെ വീണ്ടെടുത്ത എൻ്റെ കർത്താവിൻ്റെ ഒരു വാക്കു മതി. വിശ്വസിക്കുക. ഹല്ലേലൂയ. പാടാൻ നമുക്ക് ആനന്ദം ആനന്ദമേ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് പാടാവുന്ന ഒരു പാട്ടാണ് ആനന്ദം ആനന്ദമേ. ക്രിസ്ത്യ ജീവിതം ആനന്ദമേ, ആനന്ദം ആനന്ദമേ. ഇത് സൗഭാഗ്യമായ ഒരു ജീവിതമേ എന്ന് പാടുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കരങ്ങൾ അടിച്ച് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. ആനന്ദമാനന്ദമേ,
സൗഭാഗ്യ ജീവിതമേ, ഇത് സൗഭാഗ്യ ജീവിതമേ. അവനെ അധികം സ്നേഹിപ്പാൻ അധികം തരും ശോധനയിൽ. അവനെ അധികം സ്നേഹിപ്പാൻ അധികം തരും ശോധനയിൽ. അനുഗ്രഹം ലഭിക്കും, ആകുലമകറ്റും, അവൻ സന്നിധി മതി എനിക്ക്. അനുഗ്രഹം ലഭിക്കും, ആകുലമകറ്റും, അവൻ സന്നിധി മതി എനിക്ക്. ആനന്ദമാനന്ദമേ, നിത്യജീവിതമാനന്ദമേ. ആനന്ദമാനന്ദമേ, ഇത് സൗഭാഗ്യ ജീവിതമേ, ഇത് സൗഭാഗ്യ ജീവിതമേ. ബലഹീനതയിൽ കൃപ നൽകി പുലർത്തും, എന്നെ വഴി നടത്തും. ബലഹീനതയിൽ കൃപ നൽകി പുലർത്തും, എന്നെ വഴി നടത്തും. പലവിനെ നിനച്ചു വിലപിച്ചു ഹൃദയം, കലങ്ങിടുകയില്ലിനി ഞാൻ. പലവിനെ നിനച്ചു വിലപിച്ചു ഹൃദയം, കലങ്ങിടുകയില്ലിനി ഞാൻ. ആനന്ദമാനന്ദമേ, നിത്യജീവിതമാനന്ദമേ. ആനന്ദമാനന്ദമേ, ഇതു സൗഭാഗ്യ ജീവിതമേ, ഇതു സൗഭാഗ്യ ജീവിതമേ. മരുവിൻ വെയിലിൽ തളരാതെ മറയ്ക്കും തന്റെ ചിറകടിയിൽ. മരുവിൻ വെയിലിൽ തളരാതെ മറയ്ക്കും തന്റെ ചിറകടിയിൽ. തിരുനാവിലെന്നെ അണച്ചിടും സ്നേഹം കൊടിയെന്നിനെ പിടിച്ചിടുന്നു. തിരുനാവിലെന്നെ അണച്ചിടും സ്നേഹം കൊടിയെന്നിനെ പിടിച്ചിടുന്നു. ആനന്ദമാനന്ദമേ, നിത്യജീവിതമാനന്ദമേ. ആനന്ദമാനന്ദമേ, ഇത് സൗഭാഗ്യ ജീവിതമേ, ഇത് സൗഭാഗ്യ ജീവിതമേ, ഇത് സൗഭാഗ്യ ജീവിതമേ, ഇത് സൗഭാഗ്യ ജീവിതമേ. ആമേൻ. ഹല്ലേലൂയ. പാടുവാൻ തന്ന കൃപയ്ക്കായി എന്റെ കർത്താവിന്റെ സ്തോത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൂടി വന്ന ദൈവജനമേ, നമ്മെ എല്ലാവരെയും ദൈവം ആത്മാവിൽ നിറയ്ക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമ്മളെ കേൾപ്പിച്ച സങ്കീർത്തനം നമ്മുടെ ജീവിതത്തിൽ ദൈവം അതിശയം പ്രവർത്തിച്ചതുകൊണ്ട് നാം അവന് സ്തോത്രം കരയറ്റും. നമ്മുടെ ജീവിതത്തിൽ അതിശയം പ്രവർത്തിച്ചതുകൊണ്ട് ആ വാക്ക് ശരിയാണോ? ഒന്ന് സ്വന്തമായി ചിന്തിച്ചു നോക്കി. ആ പറഞ്ഞിരിക്കുന്ന വാക്കിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? നമ്മളോടാ ചോദിക്കുന്നേ. നമ്മുടെ ജീവിതത്തിൽ ദൈവം അതിശയം പ്രവർത്തിച്ചു. അതുകൊണ്ട് നാം എന്തു ചെയ്യും? അവന് സ്തോത്രം കരയറ്റും. ആ വാക്യത്തോട് ചേർന്ന് നമുക്കും പറയാം, എൻ്റെ ജീവിതത്തിൽ ദൈവം അതിശയം പ്രവർത്തിച്ചു. അങ്ങനെ അനുഭവമുള്ളവർ മാത്രം നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ കൊമ്പുകൾ താർന്നു പോകുമ്പോൾ നീതിമാന്റെ കൊമ്പിനെ ഉയർപ്പിക്കുന്ന ഒരു ദൈവമാണ്. ദുഷ്ടന്മാരുടെ കൊമ്പുകൾ തകർന്നു പോകുമ്പോൾ നീതിമാന്റെ കൊമ്പിനെ ഉയർത്തുന്ന ഒരു ദൈവമാണ്. തിരിഞ്ഞ് ചിന്തിച്ചു നോക്കിയേ.
നമുക്കൊക്കെ എന്ത് യോഗ്യതയുള്ളേ, എന്ത് ശ്രേഷ്ഠതയുള്ളേ. എന്നാൽ ഉയർത്തിയ ഒരു ദൈവമുണ്ട്, മാനിച്ച ഒരു ദൈവമുണ്ട്, കണ്ണുനീരിനെ കണ്ട ഒരു ദൈവമുണ്ട്. പലപ്പോഴും ജീവിതത്തിൻ്റെ നിരാശയുടെ നടുവിൽ ഇനിയും മുൻപോട്ട് നീങ്ങാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ പൊട്ടനെ ഉയർത്തിയ ദൈവം, നമ്മളെയൊക്കെ ഉയർത്തിയ ദൈവം, ആ ദൈവത്തിന് ഞാൻ സ്തോത്രം കരയിച്ചു. കേൾപ്പിച്ച സങ്കീർത്തനത്തിനായി ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനം ധ്യാനിച്ച ദാസനെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് പാടുവാൻ പാട്ടിൽ കൂടൊക്കെ അവിടുത്തെ ഒരു വാക്ക് മതി. എനിക്ക് മറ്റൊന്നും വേണ്ട. എൻ്റെ ജീവിതത്തിൻ്റെ യാത്രയിൽ കർത്താവേ, നിൻ്റെ ഒരു വാക്ക് മതി. അതല്ലയോ നമ്മുടെ ബലം. എനിക്ക് ഒത്തിരി പറയണമെന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിപ്പാൻ ദൈവം ഇടയാക്കിയല്ലോ. അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ഞാൻ ചോദിക്കുക. നമ്മളിവിടെ പ്രാർത്ഥിച്ചു പോകുന്നതല്ലാതെ നമ്മൾ കടക്കാരായിട്ടാണോ ഇവിടെ മടങ്ങി വന്നിരിക്കുന്നത്? ഈ വിഷയങ്ങളെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പല സംഭവങ്ങളും നമ്മുടെ മുമ്പിൽ കൂടി കടന്നുപോയി. പ്രിയ പ്രസാദ് ബ്രദർ ഓർപ്പിച്ചതുപോലെ എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല. എന്നാൽ ഞങ്ങളുടെ ദേശത്തിനടുത്ത ഒരു 10-30 കിലോമീറ്ററിനുള്ളിലാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോയി സഹോദരിയുടെ അളിയൻ്റെ മകനെ യാത്ര അയച്ച് മടങ്ങി വരുന്ന കുടുംബമാണ്. 5 പേർ, 3 കുഞ്ഞുങ്ങളും ഭാര്യയും ഭർത്താവും. 3 പേരും ക്ഷണത്തിൽ. അവർക്ക് സമ്പത്തില്ലാഞ്ഞിട്ടല്ല. അവരുടെ സമ്പത്തിനെക്കുറിച്ച് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. ജൂവലറി ഉള്ളവരെ, പെട്രോൾ പമ്പുള്ളവർ, ഫൈനാൻസേഴ്സ് ഉള്ള വ്യക്തിത്വമാണ്. 44 വയസ്സുള്ള ചെറുപ്പക്കാരൻ, ദേശത്തിൻ്റെ വിളക്കാരൻ, വലിയ പുരാതന കുടുംബം. 3 പേരുടെ യാത്രയപ്പ് ഇന്ന് പകൽ മൊത്തം ഞാനത് കണ്ടുകൊണ്ടിരുന്നതാണ്. ഓർത്തഡോക്സുകാരാണെങ്കിലും നമ്മുടെ തോമസ് തിരുമേനിയും നമ്മുടെ ഒരു 10-20 അച്ഛന്മാരും ആ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞത്, ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കടന്നുപോയപ്പോൾ തമ്പുരാൻ ഉള്ളം കയ്യിൽ അമ്മയെ പരിപാലിച്ചു. ഈ കഴിഞ്ഞൊരു മാസം വണ്ടി ഓടിച്ചപ്പം എന്തൊക്കെ നമുക്ക് സംഭവിക്കാമായിരുന്നു. നമ്മൾ വീട്ടിലൊന്നും പറയാറില്ല, പക്ഷെ എന്തൊക്കെ സംഭവിക്കാമായിരുന്നു. അവിടെയൊക്കെ ദൈവം നമ്മെ കാത്തു. രോഗത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഒരു അകന്ന ബന്ധു എൻ്റെ ഒരു പാപ്പനായിട്ട് വരും. ഒരസുഖമില്ല, തലേന്നും ഒരു പക്ഷേ ഞാൻ കണ്ടതാണ് എനിക്ക് ഓർമ്മ. പിറ്റേ ദിവസം കേൾക്കുന്നു പുള്ളിയുടെ പെട്ടെന്നൊരു വയറ്റ് വേദന വന്നു, ഹോസ്പിറ്റലിൽ ചെന്നു, ക്യാൻസർ, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ. ഇപ്പോൾ കീമോ പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ആ പ്രിയദാസൻ കടന്നു പോകും. അപ്പോൾ നമ്മൾ ഒന്നിലും നിഗളിക്കരുത്, സമയമെടുക്കരുത്, ക്ഷമിക്കുക. ഇന്ന് നമുക്ക് ലഭിച്ച ശുശ്രൂഷകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം വെച്ചാൽ എൻ്റെ അറിവിൽ നാളെ ഭാവിച്ചായന് ഈ ദേശത്തേക്ക് മടങ്ങി വരുന്നു. രാജൻ ബ്രദറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൂടി കടന്നു പോകുന്നു. എന്നാൽ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. പ്രിയ പ്രസാദ് ബ്രദർ പ്രാർത്ഥനയിൽ ഓർത്ത പോലെ അനേക ദൈവമക്കളുടെ പേര് നമ്മുടെ കൂട്ടായ്മയുടെ സാക്ഷ്യമാണ്. അതേ സാക്ഷ്യം നിലനിർത്താൻ കർത്താവിൻ്റെ ദാസനെ സൗഖ്യത്തോടെ കൂട്ടുവരുത്തുമെന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ യാത്രയിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുക. പിന്നീട് ഒരു കാര്യം എൻ്റെ മനസ്സിൽ കൂടി പോയത്, നല്ലതെങ്കിൽ ചെയ്യുക. നമ്മൾ ഈ ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറിയും ഒക്കെ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ബർത്ത്ഡേയിൽ നമ്മുടെ പേരൻസിൻ്റെ പേരും കൂടി ചേർക്കണം എന്നൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങൾ ആ പേര് ഏൽപ്പിക്കാമെങ്കിൽ നമ്മുടെ ബർത്ത്ഡേയിൽ ആ ലിസ്റ്റ് കൂടി ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പേരൻസിൻ്റെ ഇന്നത്തെ ദൈവവചന ഇതിനിടയ്ക്ക് ഒരു വിഷയം ഞാൻ വിട്ടുപോയി. ദൈവമെന്ന് വെച്ചാൽ ഈ ആഴ്ചയിൽ എൻ്റെ മകനും UK നിന്ന് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയിൽ അവൻ്റെ യാത്ര ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കും. ഇന്നത്തെ ദൈവവചന ശുശ്രൂഷ വെളിയിൽ നിന്ന് ആരുമല്ല, നമ്മുടെ എൻ്റെ അനുജൻ, പ്രിയ സഹോദരൻ, പ്രിയ സജി ബ്രദറാണ്. അദ്ദേഹത്തിന് മലയാളത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാൽ വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്.
കർത്താവിൻ്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവവചന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഇത്രയധികം സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസം ഈ ഒരു പോഡിയത്തിൽ നിൽക്കാൻ അനേകര് ശ്രേഷ്ഠ ദേവദാസന്മാർ ഇവിടെ നിന്ന് ദൈവവചനം സംസാരിച്ചതാണ്. അവിടെ നിന്ന് എനിക്ക് സംസാരിക്കാൻ എനിക്കറിയാം ഒരു യോഗ്യതയില്ല. അത് ജസ്റ്റ് ഒരു വെറും വാക്കല്ല, അതെൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുള്ളൂ ചിന്തയാണ്. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രെയർ ഫെലോഷിപ്പിൽ എനിക്ക് 2009 തൊട്ട് വരാൻ സാധിച്ചു. ഇവിടെ വന്ന് ബേബിക്കുട്ടിച്ചായൻ നമ്മുടെ അപ്പൻ്റെ സ്ഥലത്തിരുന്നുകൊണ്ട് മക്കളെ വളർത്തിക്കൊണ്ട് വരുന്ന പോലെ എന്നെ പ്രാർത്ഥിക്കാനും സങ്കീർത്തനം ധ്യാനിക്കാനും, തോമസ് കുട്ടിച്ചാൻ പറഞ്ഞ പോലെ ഭാഷയുടെ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട്, എന്നാലും ഞാൻ പറയും നോ പ്രോബ്ലം സജി, ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒക്കുന്ന രീതിയിൽ ചെയ്യുക, നോ പ്രോബ്ലം. അങ്ങനെ കേൾക്കുമ്പോൾ അത് വലിയൊരു എൻകറേജ്മെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തോമസ് കുട്ടിച്ചാനും പലപ്പോഴും എന്നെ സങ്കീർത്തനം ധ്യാനിക്കാനും പല കാര്യത്തിനും എന്നെ ഒത്തിരി അധികം എൻകറേജ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അനേകം പേര് എൻ്റെ പുറയിൽ എനിക്ക് വേണ്ടി എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ കുടുംബത്തിലുള്ള അനേകരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സമയത്ത് കൂട്ടായ്മയിലുള്ള എൻ്റെ സഹോദരന്മാരും പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കറിയാം. പ്രസാദാച്ചൻ എന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. എല്ലാത്തിനുമായി ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് ദൈവത്തിനുമായിട്ട് നിൽക്കാൻ എന്നോട് തോമസ് കുട്ടിച്ചാൻ എന്നോട് 2 ആഴ്ച മുമ്പേ പറഞ്ഞു. ഒരാഴ്ച വരെ എനിക്കത് കൺഫർമേഷൻ കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ പ്രാർത്ഥനയിലായിരുന്നു. ദൈവമേ, ഇവിടെ നിന്ന് എന്ത് സംസാരിക്കും? ഞാൻ 1-2 ബൈബിൾ പോർഷൻ എടുത്ത് ധ്യാനിക്കാൻ തുടങ്ങി. പക്ഷെ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നപ്പോൾ അടുത്ത ഞായറാഴ്ച ഇപ്പം തോമസ് കുട്ടിച്ചാൻ ചോദിച്ചു, എന്താ സജി? മറുപടി ലഭിച്ചില്ല. ഞാൻ പറഞ്ഞു, അച്ഛാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എന്നെ അന്ന് അറിയിക്കണമെന്ന് പറഞ്ഞു. എനിക്കറിയാം അച്ഛാ, എന്നെ പിന്നെ ഒരാഴ്ചയേ ഉള്ളൂ. അന്ന് തന്നെ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ജോസ് കുട്ടി ബ്രദർ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്കൊരു ബലം കിട്ടി. അന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ധ്യാനിക്കാം, പ്രാർത്ഥിക്കണം, അത് മാത്രം മതി. ഈ ബുധനാഴ്ച എനിക്ക് ശരിക്കും പ്രോപ്പറായിട്ട് ധ്യാനിക്കാനായിട്ട് ദൈവം ആലോചന തന്നത്. അന്നേരം വലിയ സന്തോഷം തോന്നി. ആ ബലത്തിൽ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നു. രണ്ടാമത്തെ നമ്മുടെ വർഷിപ്പ് സോങ്, യേശുവേ നിൻ്റെ ഒരു വാക്ക് മതി. സത്യമായിട്ട് ആ ഒരു വാക്കിൻ്റെ ബലത്തിൽ ഞാനിവിടെ നിൽക്കുന്നത്. ക്രിസ്തീയ ജീവിതം ആനന്ദ ജീവിതമാണ്. എന്തൊരു സത്യമാണ്. ഈ വർഷിപ്പ് സോങ്സ് ഒക്കെ പാടിപ്പം ഞാൻ ശരിക്കും സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ചു. എന്നാൽ ഈ വചനമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഓരോ തടസ്സങ്ങളാണ്. എല്ലാം വീട്ടിൽ നിന്ന് ഇത് കഴിഞ്ഞിട്ട് പ്രാർത്ഥനയുണ്ട്, ഏരിയ പ്രെയർ. അച്ഛനൊക്കെ വരുന്നു. 10 പേര് വരാനുള്ള ഒരു കൂട്ടായ്മ നമ്മുടെ ഗിസിസേ. വീടെല്ലാം റെഡിയാക്കി ഫാസ്റ്റിംഗ് പ്രെയറിനൊക്കെ വരണമല്ലോ. ഇന്ന് വീടൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. ഫാസ്റ്റിംഗ് പ്രെയർ വന്നിട്ട് ഉടനെ തന്നെ നമ്മുടെ പ്രെയറും തുടങ്ങും. അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിൽ ചെന്നപ്പം ഫ്രണ്ട് ഹാളിലെ ലൈറ്റ് എല്ലാം കെട്ടുപോയി. സന്ധ്യയ്ക്ക് അച്ഛൻ വരും, ഫാസ്റ്റിംഗ് പ്രെയറിൽ വരണം, ഇതൊന്ന് റിവൈസ് ചെയ്യണം. വിളിച്ചിട്ട് ഒരു ഇലക്ട്രീഷ്യനെയും കിട്ടുന്നില്ല, ഞായറാഴ്ച ദിവസമായതുകൊണ്ട്. ഇരുട്ടത്തിൽ നിന്ന് എങ്ങനെ ആരാധിക്കും? ഇവിടുന്ന് ചെന്ന് കഴിഞ്ഞുകൊണ്ട് റെക്ടിഫൈ ചെയ്യാനുള്ള സമയം പോലും ഇല്ല. കഴിഞ്ഞ കുറച്ച് നമ്പേഴ്സൊക്കെ വിളിച്ച് കിട്ടുന്നില്ല. എന്ത് ചെയ്യണമെന്ന് വളരെ കൺഫ്യൂസ് സ്റ്റേറ്റിലായിരുന്നു. ഞാൻ ഇതെല്ലാം സിമിയോട് പറഞ്ഞു, സിമി യു ലുക്ക് ആഫ്റ്റർ ഇറ്റ്. ഞാൻ പോയി ഒന്ന് ദൈവവചനം ഒന്ന് ധ്യാനിക്കട്ടെ. കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ഈ ഇലക്ട്രിസിറ്റി, ഈ ലൈറ്റ്സ് ദൈവം ഓണാക്കി തരണേ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ലൈറ്റെല്ലാം ഓണായി. അല്ലെങ്കിൽ ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ചിന്ത മൊത്തം വീട്ടിൽ ചെന്നാൽ ഞാൻ എന്താ ചെയ്യും,
അവിടെ എങ്ങനെ പ്രാർത്ഥന നടത്തും? 10-70 പേര് വരാനുള്ളതാ, മാറ്റി പറയാൻ സമയമില്ല. ഇവിടെ വന്നപ്പം ഈ മുമ്പിലത്തെ AC വർക്ക് ചെയ്യുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ താഴത്തെ ഹോളിൽ പ്രസംഗിച്ചപ്പോഴും AC ടോട്ടലി വർക്ക് ചെയ്തില്ല. അന്നും വേർത്ത് കുളിച്ചു. ഇന്നിപ്പോൾ നല്ല ചൂടാണ് ഇവിടെ, എനിക്ക് തോന്നുന്നുണ്ട് ചൂട്. മൂന്നാമത്തെ സൂം എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ മാറി അവിടെ ഇരിക്കുന്നു. പിള്ളേരോട് പറഞ്ഞു യു വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്, ഞാനൊന്ന് മാറിയിരിക്കട്ടെ. തുടങ്ങിയപ്പോൾ തന്നെ സൂം ഇൻ്റർനെറ്റ് എല്ലാം ഓഫായി. തുടക്കത്തിൽ സൂമിൽ ആരും പാട്ടൊന്നും കേട്ടില്ല, മെസ്സേജ് വരാൻ തുടങ്ങി, വി കനോട്ട് ഹിയർ എനി സൗണ്ട്. ടോട്ടലി ഒരു കൺഫ്യൂസ് സ്റ്റേറ്റ് ആക്കി പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നിയത്. എന്നാൽ ദൈവമക്കൾ ഇപ്പുറത്തെ സൈഡിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അതെൻ്റെ ബലം. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇന്ന് തിരഞ്ഞെടുത്ത ഭാഗം 2 Timothy chapter 3 verses 16 and 17. Those are the key words. ഞാൻ ഇംഗ്ലീഷ് വായിക്കാം, ആരൊക്കെയാണ് ഒരാളും മൈക്കുള്ളവർ മലയാളത്തിൽ നിന്ന് വായിക്കണം. All scripture is God breathed and is useful for teaching, rebuking, correcting and training in righteousness, so that the servant of God or man of God may be thoroughly equipped for every good work. മലയാളത്തിലാക്കാൻ വായിക്കാം. 2 Timothy chapter 3 verse 16-17. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമായ കർത്താവേ, അവിടുന്ന് ബലപ്പെടുത്തണമേ. ദൈവമേ, നമ്മുടെ ശബ്ദം നമ്മുടെ ആലോചന അല്ല, കർത്താവ് തരുന്ന ആലോചന, പരിശുദ്ധാത്മാ തരുന്ന വാക്കുകൾ പറയാൻ ദൈവം കൃപ ചെയ്യണമേ. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും, ഹോളിലായിരിക്കുന്നവരും സൂമിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ട് കൃപയ്ക്ക് സ്തോത്രം. എല്ലാം യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. അന്ന് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ ഒരു ലേഖനമാണ്. ഓൾ സ്ക്രിപ്ചർ ഈസ് ഗോഡ് ബ്രെത്ത്. അന്ന് പഴയ നിയമം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അന്ന് സുവിശേഷമോ ഈ ലേഖനങ്ങളൊന്നും കമ്പൈൽ ചെയ്ത ഒരു ബൈബിൾ ഫോമിൽ അന്ന് ലഭ്യമല്ലായിരുന്നു. അന്നേരം സ്ക്രിപ്ചറിന് അവിടെ ഉദ്ദേശിക്കുന്ന പഴയ നിയമം അതായിരുന്നു. ന്യായപ്രമാണം, പ്രവാചകന്മാരുടെ ഒരു പ്രവാചകൻ എസെക്കിയേൽ, ദാനിയേലിന്റെ, അങ്ങനെ സങ്കീർത്തനം എല്ലാം കൂടി ചേർത്ത് ഉള്ള ആ ഒരു സ്ക്രിപ്ചറാ ഉദ്ദേശിക്കുന്നത്. അതായിരുന്നു തിരുവെഴുത്ത്. ഇത് ദിസ് ഇസ് ഗോഡ് ബ്രെത്ത്, ഗോഡ് ബ്രീത്ത്. ദൈവത്തിൻ്റെ ശ്വാസം ഇതിലുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത്, ഇൻ ജെനസിസ്, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന മണ്ണിൽ നിന്നുണ്ടാക്കിയിട്ട് ഗോഡ് ബ്രീത്ത് ഇൻ ടു ഹിസ് നോസ്ട്രിൽസ്. അങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20:22 ഇങ്ങനെ പറയുന്നു, ആൻഡ് വിത്ത് ദാറ്റ് ഹി ബ്രീത്hed ഓൺ ദം ആൻഡ് സെഡ്, റിസീവ് ദ ഹോളി സ്പിരിറ്റ്. കർത്താവ് യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് അവരുടെ മേൽ ഊതിയിട്ട്, ശ്വാസം ഊതിയത്, പരിശുദ്ധാത്മാവ് അവർക്ക് ലഭിക്കട്ടെ എന്ന്. സോ ദൈവത്തിൻ്റെ ശ്വാസം എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ നമ്മളിൽ ദൈവം അയക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ശ്വാസം ഇല്ലെങ്കിൽ, ഇഫ് യു ഡോണ്ട് ഹാവ് ബ്രെത്ത്, നമ്മുടെ ഈ ശരീരം മരിച്ചു, വി ആർ ഡെഡ്. നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവില്ലെങ്കിൽ ആത്മാവ് മരിച്ചിരിക്കുക. അതാന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ നമുക്ക് ജീവൻ നൽകുന്ന. ആ ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാക്കൾക്കുള്ള ഈ തിരുവചനം എഴുതിയേക്കുന്നത്. അങ്ങനെ വരുമ്പം നമ്മളോട് ദൈവം പറയുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇൻസ്പയർ ചെയ്ത് എഴുതിയ എഴുത്തുകളാണ്. അനേക പ്രവാചകന്മാർ സങ്കീർത്തനം എഴുതിയതും മോശയുടെ കൂടി ലഭിച്ച നമുക്ക് ന്യായപ്രമാണമെല്ലാം ദൈവത്തിൻ്റെ ഈ പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുത്ത ആലോചനയാണ്. ഇൻസ്പിറേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇവരൊക്കെ പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടും, പലർക്കും പല എഡ്യൂക്കേഷൻ ലെവലും, അവർ ജീവിച്ച പല കാലഘട്ടത്തിലായിരുന്നു. ഡിഫറെൻറ്റ് ടൈം സോൺസ് ഓർ ഡിഫറെൻറ്റ് ടൈം പീരിയഡ്സ്. ഇതിൽ ദൈവം അവർക്ക് കൊടുത്ത ആലോചന,
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുടെ ശക്തിയാൽ അവർ എഴുതിയിരിക്കുന്നതാണ് നമുക്ക് ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഉള്ളത്. അതിൽക്കൂടെ ദൈവം എന്താ വെളിപ്പെടുത്തുന്നത്? ദൈവം ആരാകുന്നു, ഹൂ ഈസ് ഗോഡ്. അതാ ദൈവത്തിൻ്റെ തിരുവെഴുത്തിൽ കൂടെ നമുക്ക് ആദ്യമേ പറഞ്ഞു തരുന്നത്. ഗോഡ് ഈസ് ഹോളി, ഗോഡ് ഈസ് റൈച്ചിയസ്, ഗോഡ് ഈസ് മെർസിഫുൾ, ഗോഡ് ഈസ് ജസ്റ്റ്, ഗോഡ് ഈസ് ലവ്. ഇങ്ങനെ നമ്മൾ എത്ര അഡ്ജക്റ്റീവ്സ് ഉപയോഗിച്ച് ദൈവത്തെ വർണ്ണിക്കാൻ ശ്രമിച്ചാലും, ഈ ഭാഷ മനുഷ്യൻ ആണല്ലോ സൃഷ്ടിച്ചത്, നമുക്ക് എത്ര അഡ്ജക്റ്റീവ്സ് ഉപയോഗിച്ചാലും നമ്മളെ സൃഷ്ടിച്ച ദൈവത്തെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ദൈവത്തിനെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ദൈവത്തിൻ്റെ പ്ലാൻസ്, പദവികൾ ദൈവം വെളിപ്പെടുത്തിയത് ഈ തിരുവചനത്തിൽ കൂടെയാണ്. ദൈവം ആഗ്രഹിക്കുന്ന മനുഷ്യൻ എങ്ങനെ നടക്കണം, എങ്ങനെ ചിന്തിക്കണം, എന്തോ ആയിരിക്കണം മനുഷ്യൻ്റെ ഓരോരോ കാര്യങ്ങൾ ന്യായപ്രമാണത്തിൽ കൂടെ പറഞ്ഞു. പ്രവാചകന്മാർക്കോട് പറഞ്ഞു, നിങ്ങൾ ഈ വഴി നടന്നാൽ എന്ത് സംഭവിക്കാൻ പോകും, നിങ്ങൾ ഈ വഴി നടക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നെല്ലാം പ്രവാചകന്മാർക്ക് കൂടെ നമ്മളോട് പറഞ്ഞിരുന്നു. സോ ഗോഡ് ഡിസ്ക്ലോസസ് ഹിസ് പ്ലാൻസ് ത്രൂ ദ സ്ക്രിപ്ചർ. മൂന്നാമത്, ദൈവം ആരിൽ കൂടി ഇത് വെളിപ്പെടുത്തുന്ന? ദൈവത്തിൻ്റെ മക്കള്, ദൈവത്തിൻ്റെ ജനം, ദൈവത്തിന് വേല ചെയ്യുന്ന ദൈവത്തിന് വേലക്കാരെ കൂടിയാ, ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ആൾക്കാരെ കൂടിയാ ഈ തിരുവചനം ദൈവം നമുക്ക് നൽകി തന്നേക്കുന്നത്. അത് നമ്മുടെ പഴയ നിയമം നോക്കുമ്പോൾ ഇഷ്ടംപോലെ ലിസ്റ്റ് കിട്ടും അങ്ങനത്തെ പ്രവാചകന്മാർ. ഇനി നമുക്ക് 2 പത്രോസ് 1:20-21 വാക്യങ്ങൾ വായിക്കാം. 2 പത്രോസ് 1:20-21. Above all, you must understand that no prophecy of Scripture came about by the prophet's own interpretation of things. For prophecy never had its origin in the human will, but prophets through humans spoke from God as they were carried along by the Holy Spirit. നേരത്തെ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ നമ്മൾ കണ്ടത്. ഇപ്പം ഇവിടെ പത്രോസ് അപ്പോസ്തലൻ, ദ റോക്ക്, കർത്താവ് തെരഞ്ഞെടുത്തത്, the one to establish the church. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് ഇത് മനുഷ്യന്റെ ആലോചനയിൽ പറയുന്നതല്ല ഈ പ്രവചനങ്ങൾ. ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മയ്ക്കുള്ളിൽ ദൈവം നൽകിയ വാക്കുകളാണ്. അങ്ങനെ വരുമ്പോൾ 19ാമത്തെ വാക്യം പറയുന്നു അതേ അധ്യായത്തിൽ, verse 19, we also have the prophetic message as something completely reliable. പലപ്പോഴും നമ്മൾ ശരിയായ രീതിയിൽ വേദപുസ്തകം ധ്യാനിച്ചിട്ടില്ലെങ്കിൽ, പഠിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ പല ഭാഗങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ പലപ്പോഴും ചിന്തിക്കും, ദൈവം ഇങ്ങനെ ചെയ്യുമോ, ഇത് കഥയാണോ, ഇത് വാസ്തവമായിട്ട് നടന്ന കാര്യങ്ങളാണോ, നമ്മുടെ മനസ്സിൽ ഇസ് ഇറ്റ് എ മിത്ത്, കഥയാണോ? ഇങ്ങനെ പല ചിന്തകളും പലയിടത്തും ക്രിസ്തീയ വിശ്വാസത്തിലുള്ള പലയിടത്തും മനസ്സിൽ കൂടെ ഇങ്ങനത്തെ ചിന്തകൾ പോകാറുണ്ട്. അത് ക്രിസ്തീയ വിശ്വാസം അല്ലാത്തവർക്കോ അവർക്കും പല ചോദ്യങ്ങൾ ഇങ്ങനത്തെ ഉണ്ട്. എന്നാൽ ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, we also have the prophetic message as something completely reliable, and you will do well to pay attention to it, as to a light shining in a dark place until the day dawns and the morning star rises in your hearts. നമുക്ക് വെളിച്ചത്തിൻ്റെ ആവശ്യം എപ്പോഴാണ് ഉള്ളത്, വേണ്ടിയത്? ഇരുട്ടുള്ളപ്പം. അതിൻ്റെ പകൽ സമയത്ത് ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടാൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല, ഒരു ലാൻഡൻ കത്തിക്കുന്നതിൽ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. ഇരുട്ടത്തിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് വെളിച്ചത്തിൻ്റെ ആവശ്യമുണ്ട്. ഒരു ചെറിയൊരു വെളിച്ചം കാണുമ്പോൾ, ഇരുട്ടത്തിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് വലിയൊരു ഹോപ്പ്, അല്ലേ? അവിടെ ആരോ ഉണ്ട്, അല്ലെ അവിടെ നമുക്ക് പോകാനുള്ളൊരു സ്ഥലമുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു ഗോൾ, അല്ലെ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് നമ്മൾ നടക്കുമ്പോൾ ഇരുട്ടിൽ കൂടെ നടന്നു പോകുന്ന മനുഷ്യർക്ക് ഒരു വെളിച്ചത്തിൻ്റെ ആവശ്യമുണ്ട്. അതിൻ്റെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് കാണുമ്പോൾ ഇരുട്ടത്തിൽ കൂടെ നമുക്ക് വലിയൊരു സന്തോഷം തോന്നും. അടുത്ത സ്ട്രീറ്റ് ലൈറ്റ്, ആ വെട്ടം കഴിയുമ്പോൾ അടുത്ത സ്ട്രീറ്റ് ലൈറ്റ് കിട്ടുമ്പോൾ പിന്നെ നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു മാർഗം, ദ പാത്ത് ഇസ് റിവീൽഡ് ടു അസ്. എന്നാൽ ഈ വെളിച്ചം
എപ്പോഴാണ് അതിൻ്റെ ഇത് അവസാനിക്കുന്നത്? വെൻ ദ മോർണിംഗ് ഡോൺസ്. സൂര്യപ്രകാശം വരുമ്പോൾ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ആക്കിയാലും നമ്മൾ അറിയല്ല, ഈ ലാൻഡൻ കത്തിച്ച് വെച്ചാലും അറിയല്ല. ബിക്കോസ് സൂര്യൻ അത്രയും പ്രകാശിക്കുന്നു, അത്രയും ബ്രൈറ്റായിട്ട് പ്രകാശിക്കുന്നു. ഈ വചനങ്ങൾ നമുക്ക് ദൈവം തന്നപ്പം, പ്രവാചകന്മാരെ കൂടെ എല്ലാം തന്നപ്പം, ന്യായപ്രമാണം തന്നപ്പം, ദൈവത്തിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ അതാണ് യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരെ, നമുക്ക് രക്ഷ നൽകുന്ന യേശുവിനെ വെളിപ്പെടുത്തുന്നവരെ ദൈവം നമുക്ക് തന്നേക്കുന്ന ഈ സ്ക്രിപ്റ്റേഴ്സ്. അത് കഴിഞ്ഞ് യേശു ക്രിസ്തു വെളിപ്പെട്ടപ്പം ഇതെല്ലാം ഗെറ്റ്സ് ഫുൾഫിൽഡ്. ക്രൈസ്റ്റ് ഫുൾഫിൽ ഓൾ ദ പ്രൊഫസീസ്. അത് യേശു വെളിച്ചമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദാറ്റ് വാസ് ദ അൾട്ടിമേറ്റ് റെവലേഷൻ. ഈ മോർണിംഗ് സ്റ്റാറിന് ഉദ്ദേശിക്കുന്നത് അതാണ് പ്രഭാത നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സിഗ്നിഫൈങ് ജീസസ് ക്രൈസ്റ്റ്. യേശു കർത്താവ് വന്നാൽ നമുക്ക് വെളിപ്പെടുത്തിയത് ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ. രക്ഷയുടെ മാർഗം നമ്മൾ കാണിച്ചു തന്നു, എങ്ങനെ ജീവിക്കണം നമ്മളോട് പറഞ്ഞു തന്നു. എന്നിട്ട് യേശു കർത്താവ് അതേ രീതിയിൽ നടന്നു. ഹി വാസ് നോട്ട് എ തിയറിറ്റിക്കൽ ടീച്ചർ, ഹി വാസ് എ പ്രാക്ടിക്കൽ ടീച്ചർ. എന്തെങ്കിലും കർത്താവ് പ്രസംഗം കൂടെ അല്ലെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് നിവർത്തിച്ചും കാണിച്ചു. കർത്താവിൻ്റെ സ്നേഹത്തിനെ കുറിച്ച് കർത്താവ് പറഞ്ഞപ്പം ലവ് വൺ അനദർ ആസ് ഐ ഹാവ് ലവ്ഡ് യു. കർത്താവ് അത് ഫുൾഫിൽ ചെയ്ത് കർത്താവ് ക്രൂശില്ല, സ്വന്തം ജീവൻ അവിടെ സമർപ്പിച്ച് പിതാവിനോട് അനുസരണയുള്ള, നമുക്ക് ഒരു കൽപ്പനയുണ്ട്, നാലാമത്തെ കൽപ്പന, ഓണർ യുവർ ഫാദർ ആൻഡ് മദർ, ബി ഒബീഡിയൻറ്റ് ടു യുവർ ഫാദർ ആൻഡ് മദർ. കർത്താവ് അവിടെ പിതാവിനെ പൂർണ്ണമായിട്ട് അനുസരിച്ചു. പിതാവിൻ്റെ പ്ലാൻ ആയിരുന്നു യേശു ക്രിസ്തു ക്രൂശിലായിരുന്നു. ആ ക്രൂശ് പറഞ്ഞ പിതാവിൻ്റെ മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. ആർക്ക് വേണ്ടിയാ? എനിക്കും നിങ്ങൾക്കും, പല നമ്മുടെ എല്ലാ പൂർവ്വജന്മാർക്കും, ഇനി വരാനുള്ള തലമുറയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഒരു പ്ലാനാണ്. അത് പൂർണ്ണ അനുസരണയോടെ കർത്താവ് യേശു ക്രിസ്തു അത് ഫുൾഫിൽ ചെയ്തു, ആ ഒബീഡിയൻസ്. എന്നാൽ ഇപ്പം കർത്താവ് രണ്ടാം വരവ് വരുന്നവരെ കർത്താവ് നമുക്ക് തന്നേക്കുന്നതാ നമ്മുടെ പുതിയ നിയമം, ദ ഗോസ്പൽസ്, സുവിശേഷം, ലേഖനങ്ങൾ. ഇത് കർത്താവ് രണ്ടാമത് വരുന്നവരെ നമ്മളെ വഴി നടക്കാൻ വേണ്ടി നമുക്ക് തന്നേക്കുന്ന ഈ കംപ്ലീറ്റ് ബൈബിൾ. ഇതിനെ നമ്മൾ സംശയത്തോടെയല്ല കാണേണ്ടത്. ഇതിനെ മനസ്സിലാക്കാൻ ദൈവസന്നിധിയിൽ ഒത്തിരിയധികം ധ്യാനിച്ച് പ്രാർത്ഥിച്ച്, ദൈവമേ നമുക്ക് വെളിപ്പെടുന്നില്ല, നമ്മുടെ ബുദ്ധിയിൽ ഇത് ഒതുങ്ങുന്നില്ല, എൻ്റെ ജീവിതത്തിൽ ഇതെങ്ങനെ വെളിപ്പെടും? ഹൗ ക്യാൻ ഐ ഡെസിഫർ അണ്ടർസ്റ്റാൻഡ് ദിസ്? ഇതാ നമ്മുടെ പ്രാർത്ഥന. നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഇത് ദൈവത്തിൻ്റെ ശ്വാസം ദൈവം ഊതിയ ഒരു വചനമാകുമ്പോൾ, ഗോഡ് ബ്രീത്ത് സ്ക്രിപ്ചർ ആകുമ്പോൾ ഇത് നമ്മൾ ഒത്തിരി അധികം പഠിക്കണം. തിയോളജിക്കൽ കോളേജിൽ പോകണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ ബൈബിൾ സ്റ്റഡി സ്വന്തമായിട്ട് ചെയ്യാം, പ്രേയർ ഗ്രൂപ്പ്സിൽ കൂടെ വരാം. എങ്ങനെയാണെങ്കിലും എല്ലാവർക്കും അവരവരുടെ കംഫർട്ട് അല്ലെങ്കിൽ അവരവരുടെ ഒരു എന്താ പറയുന്നത്, വാട്ട് എവർ ഈസ് ദേ ഫൈൻഡ് സൂട്ടബിൾ ടു ദം. എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ ആഗ്രഹത്തോടെ ദാഹത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവവചനം ധ്യാനിക്കാനും പഠിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങണം. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നു പൗലോസ് അപ്പോസ്തലൻ എങ്ങനെയാ ഈ സുവിശേഷ വഴിയിലോട്ട് വന്ന്, കർത്താവിൻ്റെ വഴിയിലോട്ട് വന്ന്. ഹി വാസ് നോട്ട് എ ബാഡ് മാൻ ആഫ്റ്റർ ഓൾ, ഹി വാസ് എ ജൂ ടു ദ കോർ. ഗമാലിയലിന്റെ കോളേജിൽ ദൈവവചനം പഠിച്ചിറങ്ങിയ ഒരു വ്യക്തിയാ. ഹി വാസ് എ സീലറ്റ്, ഹി വാസ് വെരി സീലസ് ഓഫ് ഹിസ് ജൂയിഷ് ട്രഡീഷൻസ് ആൻഡ് ലോസ്. പൗലോസ് അപ്പോസ്തലൻ ജനിച്ച് വളർന്ന് ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പുള്ളിക്കാൻ പ്രവർത്തിച്ചതാണ്. അന്ന് ബ്ലാസ്ഫെമി വാസ് സംതിങ് ദാറ്റ് ടു ഹാവ് ടു ബി ടോട്ടലി ടേക്കൺ ഔട്ട് ഫ്രം ദ സൊസൈറ്റി. അവരെ കൊല്ലുക. സോ ദാറ്റ് വാസ് പോൾസ് മിഷൻ. എന്നാൽ കർത്താവുമായിട്ട് ഒരു എൻകൗണ്ടർ വന്നപ്പം, യേശു ക്രിസ്തുവായിട്ട് ഒരു എൻകൗണ്ടർ ഡമാസ്കസിലോട്ട് പോകുന്ന വഴിക്ക് പൗലോസ് അപ്പോസ്തലൻ വന്നപ്പം ആ വെളിച്ചം, കർത്താവിൻ്റെ വെളിച്ചം വന്നപ്പോൾ പുള്ളിക്കാരൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. നമ്മൾ പലപ്പോഴും ആത്മീയ ജീവിതത്തിൽ
കണ്ണുകൊണ്ടുള്ള കാഴ്ചയിലല്ല. എന്നാൽ കർത്താവിനെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമ്മുടെ അന്ധത മാറുന്നത്. ആ കർത്താവിൻ്റെ വെളിച്ചം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കണം. ആ പ്രകാശം കർത്താവ് പറഞ്ഞ ബി ദ ലൈറ്റ് ടു ദ വേൾഡ്. കർത്താവിൻ്റെ പ്രകാശം നമ്മൾ ഉള്ളിൽ പ്രകാശിക്കുമ്പോൾ നമ്മൾ മറ്റൊരു മുമ്പിൽ നിൽക്കുന്നത് ദൈവത്തിൻ്റെ ഒരു സാക്ഷ്യമായിട്ടാണ്. അവിടെ ഒരു പ്രകാശിക്കണം നമ്മൾ. ഈ നമ്മൾ യോഹന്നാനെ കുറിച്ച് വായിക്കുമ്പോൾ 1 യോഹന്നാൻ 1:1 വായിക്കുന്ന ഇങ്ങനെ, ദാറ്റ് വിച്ച് വാസ് ഫ്രം ദ ബിഗിനിങ് വിച്ച് വി ഹാവ് ഹേർഡ്, വിച്ച് വി ഹാവ് സീൻ വിത്ത് അവർ ഐസ്, വിച്ച് വി ഹാവ് ലുക്ക്ഡ് അറ്റ് അവർ ഹാൻഡ്സ് ആൻഡ് ഹാവ് ടച്ച്ഡ്, ദിസ് വി പ്രൊക്ലെയിം കൺസേണിങ് ദ വേർഡ് ഓഫ് ലൈഫ്. അവിടെ യോഹന്നാൻ്റെ ഒരു സാക്ഷ്യം പറയുന്ന അവർ കണ്ട കാര്യങ്ങളാ, അല്ല വല്ലവരും പറഞ്ഞ് കേട്ട് അവിടെ നിന്നുള്ള കഥകളല്ല, അവർ തൊട്ടറിഞ്ഞ കാര്യങ്ങളാ, അവര് ഇത് അനുഭവിച്ചിട്ടുള്ളതാ. ആ ഒരു സുവിശേഷത്തെ കുറിച്ച് അവര് സാക്ഷ്യമായിട്ട് നിന്നത്. അത് അവര് അനേകർക്ക് പോയി ദൈവസഭ സ്ഥാപിക്കുമ്പം, ചേർച്ചസ് പല സ്ഥലത്തായിട്ട് സ്ഥാപിക്കുമ്പം അവിടെ അവർക്ക് കൊടുക്കുന്ന ഓരോ ലേഖനങ്ങൾ, അവരെ പഠിപ്പിച്ച കാര്യങ്ങൾ അവര് കണ്ട് അറിഞ്ഞ ഫസ്റ്റ് ജനറേഷൻ ക്രിസ്ത്യൻസ്. അവര് 2 Petrus 1:14 പറയുന്നു, ഫോർ വി ഡി നോട്ട് ഫോളോ ക്ലെവർലി ഡിവൈസ് സ്റ്റോറീസ് when we told you about the coming of our Lord Jesus Christ in power, but we were eyewitnesses of his majesty. ഇവിടെ യോഹന്നാൻ അപ്പോസ്റ്റൽ ഇത് പറയുന്നു, അപ്പോഴത്തെ പത്രോസും അത് റീകൺഫേം ചെയ്യുന്നു. ഇത് വെറും കഥകളല്ല, ഇത് നടന്ന സംഭവങ്ങളാ. കർത്താവിൻ്റെ 2ാം വരവും കർത്താവ് പ്രോമിസ് ചെയ്തിട്ട് പോയതാ, ഞാൻ പോയ പോലെ തിരിച്ചു വരും. സോ ദാറ്റ് ഇസ് അവർ ഹോപ്പ്. ആ ഹോപ്പിലാണ് നമ്മളെല്ലാവരും ഇന്നും ജീവിക്കുന്നത്. കർത്താവ് ശിഷ്യന്മാരോടും പറഞ്ഞു, യോഹന്നാന്റെ 15:27, ആൻഡ് യു ഓൾസോ മസ്റ്റ് ടെസ്റ്റിഫൈ ഫോർ യു ഹാവ് ബീൻ വിത്ത് മീ ഫ്രോം ദ ബിഗിനിങ്. ആരംഭം തൊട്ട്, കർത്താവിൻ്റെ മിനിസ്ട്രി ആരംഭിച്ചത് തൊട്ട് ആ സമയം തൊട്ട് ഈ ശിഷ്യന്മാർ കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അല്ല, നിങ്ങൾ ഇതിൻ്റെ സാക്ഷ്യം. ടെസ്റ്റിഫൈ അബൌട്ട് മീ, tell about me, tell about the gospel, tell about the kingdom of God. This kingdom is not a physical kingdom. ഈ ലോകത്തിലെ ഒരു കിങ്ഡത്തിനെ കുറിച്ചല്ല, about the spiritual kingdom. ദൈവവചനം ധ്യാനിക്കണമെങ്കിൽ, പഠിക്കണമെങ്കിൽ നമുക്ക് വേണ്ടിയത് എന്തുവാ? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ. പരിശുദ്ധാത്മാവാണ് നമ്മളെ വെളിപ്പെടുത്തുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഡമാസ്കസിന് അവിടെ വെച്ച് കർത്താവായിട്ട് ഏറ്റുമുട്ടിപ്പോൾ, when he encountered Christ, what did he do? He did not go to Jerusalem. He did not consult the other apostles. He went straight away to Arabia. കർത്താവ് സ്വയം വെളിപ്പെടുത്തി പൗലോസ് അപ്പോസ്തലന്. അത് നമ്മൾക്ക് എല്ലാവർക്കും ഈ ഒരു ഭാഗ്യമുണ്ട്. നമ്മൾ ദൈവസന്നിധിയിൽ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആഗ്രഹത്തോടെ ഇരിക്കുമ്പം പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടിയ, നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ കർത്താവ് നമുക്ക് വേണ്ടി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ പോയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരുന്നതായിരിക്കും, നിങ്ങളെ നീതിയിലും സത്യത്തിലും നയിക്കും. കർത്താവ് പറയുന്നുണ്ട് യോഹന്നാന്റെ 12:49 ഫോർ ഐ ഡിഡ് നോട്ട് സ്പീക്ക് ഓൺ മൈ ഓൺ, ബട്ട് ദ ഫാദർ ഹു സെന്റ് മീ കമാൻഡഡ് മീ ടു സേ ഓൾ ദാറ്റ് ഐ ഹാവ് സ്പോക്കൻ. അല്ല, യേശു കർത്താവ് പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ, പിതാവായ ദൈവം പറഞ്ഞ കാര്യങ്ങൾ കർത്താവ് പറഞ്ഞത്. പിതാവായ ദൈവം യേശു കർത്താവിന് വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് യേശു കർത്താവ് പറഞ്ഞത്. എന്നാൽ ഇതെങ്ങനെ വെളിപ്പെട്ടത്? കർത്താവിൻ്റെ സ്നാനം, ആഫ്റ്റർ ഹിസ് ബാപ്റ്റിസം ഹി റിസീവ്ഡ് ദ ഹോളി സ്പിരിറ്റ്. അവിടെ ഒരു അനോയിന്റിങ് നടക്കുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ കൂടെ till the moment he died, till he gave up his life, till he gave up his spirit, അന്ന് വരെ കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ പരിശുദ്ധാത്മാവ് കർത്താവിന് പിതാവിൻ്റെ ആലോചനകളെല്ലാം പറഞ്ഞു കൊടുക്കുകയും ഇതാ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തിയത്. യോഹന്നാന്റെ 15:13 പറയുന്നത്, but when he, the spirit of truth, comes, he will guide you in all the truth.
he will not speak on his own. He will speak only what he hears. And he will tell you what is yet to come. And പരിശുദ്ധാത്മാവ് നമ്മളോട് പെന്തിക്കോസ് നാൾ തൊട്ട് പരിശുദ്ധാത്മാവിന് ദൈവം പറഞ്ഞ പോലെ ഈ ലോകത്തേക്ക് അയച്ചേക്കുന്നു. ഈ പരിശുദ്ധാത്മാവ് നമ്മൾ ദുബായിൽ ഈ ഹാളിൽ ഇരിക്കുമ്പോഴുണ്ട്. ദുബായിയുടെ അനേക സ്ഥലത്ത് പ്രാർത്ഥന കൂട്ടായ്മകൾ നടക്കുന്നു. അവിടെയും ദൈവത്തിന് പരിശുദ്ധാത്മാവുണ്ട്. ഈജിപ്തിലുണ്ട്, ആഫ്രിക്കയിലുണ്ട്, അമേരിക്കയിലുണ്ട്. ഒരേ സമയത്ത് ദൈവത്തിന് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഈ പരിശുദ്ധാത്മാവ് ദൈവത്തിന് പിതാവിന് കേൾക്കുന്ന കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. സോ വി ക്യാൻ ബി അഷ്യൂർഡ് വെൻ വി സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, വാട്ട് വി ഹിയർ ഫ്രം ദ ഹോളി സ്പിരിറ്റ് is what the Father wants to tell us. God the Father. നമുക്ക് ഈ ലഭിച്ച തിരുവചനം നമ്മൾ കുറിവാക്യമായിട്ട് എടുത്തത്, കീ വേഴ്സിൽ എടുത്തത് 2 Timothy chapter 3 verse 16. നമ്മളിങ്ങനെ വായിച്ചത്, all scripture is God breathed and is useful for teaching, rebuking, correcting and training in righteousness. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പം തിരുവചനം എല്ലാവരെയും പഠിപ്പിച്ചില്ലേ? സിനഗോഗിൽ പോയി പഠിപ്പിച്ചു. ഓൺ ദ മൗണ്ട് ഒലിവ് അവിടെയും ദൈവവചനം പഠിപ്പിച്ചു. ഇങ്ങനെ ശിഷ്യന്മാരെ തനിയെ നിർന്ന് അവരെ പഠിപ്പിച്ചു. കോമൺ പബ്ലിക്കിനെ ദൈവം അവിടെയും ദൈവവചനം പഠിപ്പിച്ചു. അങ്ങനെ പല ഉപമകൾ പറഞ്ഞ്, പല പാരാബിൾസ് പറഞ്ഞ്, പല സിറ്റുവേഷൻസ് ആയിട്ട് കർത്താവ് തിരുവചനം പഠിപ്പിച്ചു. തെറ്റ് കാണുമ്പോൾ കർത്താവ് ശാസിച്ചു. ഹി കറക്റ്റഡ് പീപ്പിൾ. ശരിയായ വഴികൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവരെ ട്രെയിൻ ചെയ്തു. 72 ശിഷ്യന്മാരെ 2 വെച്ച് കർത്താവ് അവരെ വിട്ടപ്പം ഇറ്റ് വാസ് എ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഫോർ ദ ഡിസൈപ്പിൾസ്. ഒരു തിയറിയിൽ മാത്രം നിർത്തിയില്ല, പ്രാക്ടിക്കലായിട്ട് അവർ പോയി പലയിടത്തും പ്രവർത്തിച്ചു. എന്നിട്ട് അവർ തിരിച്ചു വന്ന് കർത്താവിനോട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരെന്തൊക്കെയാണ് ചെയ്ത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവരുടെ ഉള്ളപ്പം അവർ പ്രവർത്തിച്ചു. അങ്ങനെ കർത്താവ് ലോകത്തിലുള്ളപ്പം തന്നെ പ്രാക്ടിക്കൽ ട്രെയിനിങ് കൂടെ കൊടുത്തു. ഇതന്നെ നമ്മളിൽ ദൈവം ആഗ്രഹിക്കുന്നത്. ഈ തിരുവചനം നമ്മൾ എന്തിനാ പഠിക്കേണ്ടത്? ഈ തിരുവചനം നമ്മൾ എന്തിനാ അറിയേണ്ടത്? ദൈവത്തിന് ആലോചന അറിയണമെങ്കിൽ നമ്മൾ തിരുവചനത്തിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് ആലോചന അറിയണമെങ്കിൽ നമ്മൾ ദൈവവചനമായിട്ട് പരിശുദ്ധാത്മയുടെ സന്നിധിയിൽ ഇരിക്കണം. അന്നേരം കർത്താവ് നമുക്ക് വെളിപ്പെടുത്തും. ഒരേ വാക്യം എനിക്ക് ദൈവം തരുന്ന സന്ദേശമല്ലായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അവരവരുടെ അവസ്ഥ അനുസരിച്ച്, അവരവരുടെ ആവശ്യം അനുസരിച്ച് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. നമ്മൾ ഈ പഠിച്ചു കഴിഞ്ഞിട്ട് മറ്റവരെ അതിൽ വെച്ചിട്ട് മറ്റവരെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. മറ്റവരോട് ഇത് പറഞ്ഞു കൊടുക്കണം. അനേകർ അന്ധകാരത്തിൽ ജീവിക്കുന്നു, അനേകർ ദൈവം അറിയാതെ ജീവിക്കുന്നു, അനേകർ ദൈവത്തെ മനസ്സിലാക്കാതെ ജീവിക്കുന്നു. പാപത്തിൽ ലോകത്തിൽ ജീവിക്കുന്ന അനേകരുണ്ട്. വിശ്വാസ ജീവിതത്തിൽ ഒരു ഒരു സ്റ്റേബിൾ അല്ലാതെ ജീവിക്കുന്ന അനേകരുണ്ട്. പ്രശ്നങ്ങളും പ്രയാസം വരുമ്പോൾ തകർന്നു പോകുന്നവർ പലരും ഉണ്ട്. പലരും വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പം പിന്മാറ്റത്തിന് അവസ്ഥയിലുണ്ട്. എന്നാൽ ഇതിലെല്ലാം കർത്താവ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ യു റീച്ച് ഔട്ട് ടു ദ പീപ്പിൾ, യു റീച്ച് ഔട്ട് ബൈ ദ സ്ട്രെങ്ത് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഗോഡ്ലിനെസ് ഇൻ ദ ലാസ്റ്റ് ഡേയ്സ്. തിമോത്തിയോസ് എഴുതിയ 2 തിമോത്തിയോസിന്റെ 3:1-5 ആർക്കെങ്കിലും ഒന്ന് മലയാളത്തിൽ വായിക്കാം. 2 തിമോത്തിയോസ് 3:1-5. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദുഷ്കന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിക. So there will be terrible times in the last days. ഈ ലാസ്റ്റ് ഡേയ്സ് ഉദ്ദേശിക്കുന്ന ഏത് സമയമാണ്? കർത്താവ് യേശുവിൻ്റെ ആഫ്റ്റർ ഹിസ് അസെൻഷൻ ടു ഹെവൻ,
കർത്താവിൻ്റെ രണ്ടാം വരുവേ. ഇറ്റ്സ് ദ ലാസ്റ്റ് ഡേയ്സ്. ഡ്യൂറിങ് ദ ഫസ്റ്റ് സെഞ്ചുറി പീപ്പിൾ were still waiting for Christ's return. അന്ന് ജീവിച്ചിരുന്ന അപ്പോസ്തലന്മാർ they were waiting for Christ's return. സെക്കൻഡ് ജനറേഷൻ ക്രിസ്ത്യൻസ് അവരും കർത്താവിൻ്റെ രണ്ടാം വരുവിനെ നോക്കിയിരുന്നു. അങ്ങനെ ആയി നമ്മളുടെ ആൻസിസ്റ്റേഴ്സ് എല്ലാം കർത്താവിൻ്റെ രണ്ടാം വരുവിനെ നോക്കിയിരുന്നു. ഒരുപക്ഷെ ഒന്നാം മഹായുദ്ധം നടന്നപ്പോൾ, ലോകയുദ്ധം നടന്നപ്പം, ഫസ്റ്റ് വേൾഡ് വാർ, ആ സമയത്ത് ആൾക്കാർ ഓർത്ത് കാണും ഇപ്പം ലോകം അവസാനിക്കാൻ പോവുക. അന്നും അവർ കർത്താവിൻ്റെ രണ്ടാമിന് വേണ്ടി നോക്കിയിരുന്നായിരിക്കും. അങ്ങനെ പല സമയമായിട്ട് ഇപ്പോഴും നമ്മൾ നോക്കിയിരിക്കുന്ന ആ കർത്താവിൻ്റെ വരവിനെ. സോ വി ആർ ഓൾ ഇൻ ദ ലാസ്റ്റ് ഡേയ്സ് സിൻസ് ക്രൈസ്റ്റ് അസെൻഷൻ. ഈ സമയത്ത് നടക്കുന്ന ഓരോരോ പ്രയാസങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ നമ്മളോട് ദൈവം പറയുന്ന ഡു നോട്ട് ബി കറപ്റ്റഡ്, ലീഡ് എ പ്യുവർ ലൈഫ്. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പം ഈ ഇന്ന് നടക്കുന്ന പാപങ്ങളും അന്നും ഉണ്ടായിരുന്നു. അന്നും കറപ്ഷൻ ഉണ്ടായിരുന്നു, അന്നും ബ്രൈബറി ഉണ്ടായിരുന്നു, അന്നും സെക്ഷൽ ഇമ്മോറലിറ്റി ഉണ്ടായിരുന്നു, അന്നും കൊലപാതകം ഉണ്ടായിരുന്നു, അന്നും ഈ നുണയും ഏഷ്യയും പറയുന്ന കാര്യങ്ങളും ഇങ്ങനെല്ലാം ഉണ്ടായിരുന്നു അന്നും. സോദോം ഗൊമോരയുടെ സമയത്തും അതിനൊക്കെയായിട്ട് വർഷം പിടിച്ച ഒരു സിറ്റി ആയിരുന്നു. സോ അതിനൊക്കെ ദൈവം പൂർണ്ണമായിട്ട് നശിപ്പിച്ചു. സോ പണ്ട് തൊട്ട് ഇന്ന് വരുന്ന ഈ നമ്മൾ ഈ കാണുന്ന സൊസൈറ്റി, അല്ലെ ഇന്ന് നമ്മൾ കാണുന്ന ഈ പാപം എന്ന് പറയുന്നത് അത് എന്നും ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു സമയത്തും കർത്താവ് നമ്മളെ ജീവിച്ച് കാണിച്ചു പാപം ചെയ്യാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും. ദ പവർ, ദ ക്രേസ് ഫോർ പവർ, ദ ഇൻടോക്സിഫിക്കേഷൻ ഫോർ പവർ, ഇതാ നമ്മൾ ഏറ്റവും കൂടുതൽ കറപ്റ്റ് ചെയ്യുന്നത്. കർത്താവിനെ ക്രൗൺ ചെയ്യാൻ വേണ്ടി ആൾക്കാർ ശ്രമിച്ചു. എൻ്റെ കർത്താവ് അതിൽ നിന്ന് ഹീ കുഡ് ഹാവ് ആക്സെപ്റ്റഡ് ഇറ്റ്. ആ ക്രൗൺ അക്സെപ്റ്റ് ചെയ്ത രാജാവായിട്ട് വാഴായിരുന്നു, കുറേ ഫോളോവേഴ്സും കിട്ടി എന്നെ. പക്ഷെ അവിടെ കർത്താവ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ദാറ്റ് വാസ് നോട്ട് ഹിസ് ഡെസ്റ്റിനേഷൻ, ദാറ്റ് വാസ് നോട്ട് ഹിസ് ഗോൾ, ദാറ്റ് വാസ് നോട്ട് വാട്ട് ഗോഡ് ദ ഫാദർ വാണ്ടഡ്. നിക്കോഡമസ് കർത്താവിൻ്റെ അടുത്തോട്ട് വന്നു. ഹി വാസ് എ വെരി പവർഫുൾ, സാനഡ്രിനിൽ നല്ലൊരു പവർഫുൾ പേഴ്സൺ ആയിരുന്നു. നിക്കോഡമസ് വന്ന കർത്താവ് ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിരുന്നെങ്കിൽ നിക്കോഡമസിനെ കർത്താവിൻ്റെ കൂടെ നിർത്തായിരുന്നു. അങ്ങനെയാണെങ്കിൽ സാനഡ്രിൻ്റെ നല്ലൊരു സപ്പോർട്ടും നിക്കോഡമസ് ത്രൂയിലൂടെ കർത്താവിന് അവരുടെ സപ്പോർട്ടും ലഭിച്ചേനെ. ഒരു പക്ഷേ ക്രൂശ് മരണം ഒഴിവാക്കായിരുന്നു. പക്ഷേ കർത്താവ് ഹി നെവർ കോംപ്രമൈസ്ഡ്. പറയേണ്ട കാര്യങ്ങൾ പറയുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു. നിക്കോഡമസ് വെന്റ് ബാക്ക്, ബട്ട് അറ്റ് സം പോയിന്റ് ഹി ഹാഡ് എ റിഫ്ലക്ഷൻ അബൌട്ട് ഇറ്റ്. സോ ആരെയും പ്രീതിപ്പെടുത്താൻ സ്ഥാനത്തിരിക്കുന്നോ പണക്കാരെയോ പാലസിലിരിക്കുന്ന ആൾക്കാരെയോ അവരെ കയ്യിലെടുക്കാൻ വേണ്ടി കർത്താവ് ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ഒരു ധനികനായ മനുഷ്യൻ കർത്താവിൻ്റെ അടുത്തോട്ട് വന്നു. നിത്യരാജ്യം പ്രാപിക്കാൻ എന്ത് ചെയ്യണം? എല്ലാ കൽപ്പനകളിൽ ഹി വാസ് ഒബേയിങ് ദ എൻറ്റയർ ലോ. പെർഫെക്റ്റ് എക്സാമ്പിൾ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ നോക്കുമ്പോൾ പള്ളിയിലും പോവും, പ്രാർത്ഥന കൂട്ടായ്മയുണ്ട്, പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യും, പ്രസംഗിക്കും, എല്ലാം ചെയ്യും. ഹി വാസ് എ പെർഫെക്റ്റ് ഐഡിയൽ കാൻഡിഡേറ്റ്. എന്നാൽ ആ വ്യക്തിയോട് കർത്താവ് പറഞ്ഞത് യു ഹാവ് ടു ഗിവ് അപ്പ് ഓൾ യുവർ റിച്ചസ് ബിക്കോസ് ദാറ്റ് വാസ് വാട്ട് ഇസ് ഹിസ് വീക്ക്നെസ്. ആ വീക്ക് പോയിന്റിലാണ് കർത്താവ് അവിടെ പിടിച്ചത്. എന്നാൽ ഈ മനുഷ്യനെ കർത്താവ്, നീ എൻ്റെ കൂടെ നിൽക്കുക, നീ എല്ലാം ന്യായപ്രമാണം എല്ലാം ചെയ്യുന്ന, ദാറ്റ് ഈസ് ഓൺലി തിങ് യു ഹാവ് ടു ഡു. ഹി ഹാഡ് എ ഗുഡ് സ്പോൺസർ വിത്ത് ഹിം. 5000 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഫിലിപ്പിനോട് ഫിലിപ്പ് പറഞ്ഞു 8 മാസം ശമ്പളം വേണം ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കാൻ. ഹി ഹാഡ് എ റെഡിമെയ്ഡ് സ്പോൺസർ വിത്ത് ഹിം. നമ്മളങ്ങനെയല്ലേ ഇപ്പോഴൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സഭകളും നമ്മുടെ പല പ്രവർത്തനങ്ങളും സ്പോൺസറിനെ തപ്പിപ്പോവും. പക്ഷേ ആർ ദേ with Christ? Do they have the values of Christ in them? അത് നോക്കിയിട്ടാണോ നമ്മൾ സ്പോൺസേഴ്സിനെ അന്വേഷിച്ച് പോകുന്നത്? God has very clearly mentioned. കർത്താവിൻ്റെ കാര്യത്തിൽ there is no compromise. His holiness is absolute. ഈ അന്ത്യകാലത്ത് ഇതിങ്ങനെ സംഭവിക്കുന്നതിൻ്റെ ഒരു മൂന്നുള്ള ഒരു ഒബ്സർവേഷൻസ് പറയാം. ഒന്ന്, മത്തായി എഴുതിയ സുവിശേഷത്തിൽ 12:43 തൊട്ട് 45 അവിടെ കർത്താവ് പറയുന്നുണ്ട്,
ഒരാളിൽ നിന്ന് ദുഷ്ടാത്മാവിനെ മാറ്റിക്കഴിഞ്ഞ് ആ ആ ആത്മാവ് പലയിടത്തും പോയി അലഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെങ്ങും ഒരു സ്വസ്ഥത കിട്ടാതെ വരുമ്പോൾ തിരിച്ച് അത് പോയ ഭവനത്തിലോട്ട് അത് തിരിച്ചു മടക്കും. അന്നേരം അത് കാണുമ്പോൾ ഈ ഭവനം വളരെ ക്ലീനായിട്ട് ഇരിക്കുക, നീറ്റായിട്ട് ഇരിക്കുക. അതിന് കൂടെ 7 ദുഷ്ടാത്മാക്കളും കൂടെ വന്ന് അത് ആ ഭവനത്തിലോട്ട് വരും. ആൻഡ് ദ സിറ്റുവേഷൻ ഓഫ് ദിസ് പേഴ്സൺ ഈസ് ഫാർ വേഴ്സ് ദൻ വാട്ട് ഇറ്റ് വാസ് അറ്റ് ദ ബിഗിനിങ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ, വി ആർ ഫോർ നെയിംസിങ് ക്രിസ്ത്യൻസ് ആണെങ്കിൽ, ഈ ദുഷ്ടാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കും. ആസ് ജീസസ് സെഡ് ഇൻ Revelation 3:20, I knock at your door. If you open, I'll come and have supper with you. കർത്താവ് ഇടിച്ചു കയറി നമ്മുടെ ജീവിതത്തിലോട്ട് വരികയല്ല. ആൻഡ് ഹീസ് നോട്ട് ഫാർ അവേ ഫ്രം us. He's knocking at our door. He's knocking at the door of our soul. നമ്മൾ വാതിൽ തുറക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അല്ലെങ്കിൽ ഇഫ് യുവർ ഹൗസ് ഇസ് എംപ്റ്റി, if your faith is empty, your practice is empty, then the Holy Spirit is not inside you. If Holy Spirit is not inside you, there's a vacuum. ശൂന്യമായിട്ടുള്ള സ്ഥലത്ത് ഈ എയർ ഒക്കെ ഇടിച്ചു കയറാൻ നോക്കും. ബിക്കോസ് അവിടെ ലോ പ്രഷറാണ്, പുറത്ത് ഹൈ പ്രഷറാണ്. വെള്ളത്തിലേക്കാണെങ്കിൽ വെള്ളം അങ്ങ് വളരെ പ്രഷറോട് അതിനകത്ത് കയറും. എന്ന് പറഞ്ഞ പോലെ ഈ സാത്താൻ പറഞ്ഞ the evil spirit is roaming like a tiger, like a lion. ഒരു ഇതിനേക്ക് നോക്കി പ്രേക്ക് വേണ്ടി നോക്കി നടക്കുക. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ലെങ്കിൽ, ദൈവത്തിന് ആത്മാവില്ലെങ്കിൽ, ഈ ദുഷ്ടാത്മാ സാത്താന് നല്ലൊരു സ്ഥലം കിട്ടി വന്ന് വസിക്കാൻ വേണ്ടി. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ തിമോഥെയോസ് നേരത്തെ വായിച്ച 1 തൊട്ട് 5 വരെ വായിച്ച വാക്യങ്ങളിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ. രണ്ടാമത്, വി ആർ ഹാഫ് വേ ഫോളോയിങ് ദ ഗോഡ്സ് വേർഡ്. ചില കാര്യത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യും. ജേഹു എന്ന് പറഞ്ഞ ഒരു രാജാവ് ഉണ്ടായിരുന്നു ഇസ്രയേലിന്. രാജാവാകുന്നതിന് മുമ്പേ ജേഹു വാസ് ദ കമാൻഡർ ഓഫ് കിങ് ജോറാം ഓഫ് ഇസ്രയേൽ. ഈ ജോറാം എന്ന് പറഞ്ഞ കിങ് ആഹബും ക്യൂൻ ജെസിബലിന്റെ മകനാണ്. നമുക്കറിയാലോ, ആഹബും ജെസിബൽ വെർ വെരി ഈവിൾ, മോസ്റ്റ് വിക്കഡ്, വൺ ഓഫ് ദ മോസ്റ്റ് വിക്കഡ് റൂളർ ഓഫ് ഇസ്രയേൽ. അവരുടെ മോനാ ജോറാം. എന്നാൽ ഏലിജ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ഏലീശ പ്രവാചകൻ ജേഹുവിനെ രാജാവായിട്ട് അനോയിന്റ് ചെയ്യാനായിട്ട് പറയും. ജേഹു രാജാവായിട്ട് വരുമ്പോൾ ജോറാമിന്റെ കുടുംബത്തെ എല്ലാം നശിപ്പിക്കും, ജെസിബലിനെയും കൊല്ലും. അവിടെ വന്ന് പുള്ളിക്കാൻ ഒരു ഭയങ്കര ക്ലീനിങ് ആക്ട് നടത്തും. ബാലിന്റെ വിഗ്രഹങ്ങളും ആരാധനയും എല്ലാം തുടച്ചു മാറ്റും, എല്ലാം നശിപ്പിക്കും. പക്ഷെ എന്നാൽ ജെരോബാം ഒരു കാളക്കുട്ടി, സ്വർണ്ണ കാളക്കുട്ടിയെ വർഷിപ്പ് ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു. പുള്ളിക്കാൻ അതിനെ വിട്ടില്ല, അത് കണ്ടിന്യൂ ചെയ്തു. ഒരു സൈഡിൽ പ്രവാചകന്മാർ പറഞ്ഞ പോലെ, പ്രവചിച്ച പോലെ കാര്യങ്ങളെല്ലാം നിവർത്തിച്ചു. മറ്റേ സൈഡിൽ പുള്ളിക്കാൻ പൂർണ്ണമായിട്ട് ദൈവസ്ഥലോട്ട് വന്നില്ല. ചില വേണ്ടാത്ത കാര്യങ്ങൾ പിന്നെയും അത് തുടർന്നുകൊണ്ടിരുന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാറില്ലേ? വി ആർ ഹാഫ് വേ ത്രൂ, ഹാഫ് ഇൻ ഹാഫ് ഔട്ട്. നമ്മുടെ കംഫർട്ടും നമുക്ക് പറ്റുന്ന രീതിയിൽ വി ഫോളോ. എന്നാൽ സംതിങ് ദാറ്റ് ഇസ് ഷേക്കിംഗ് അവർ കംഫർട്ട് സോൺ, നമ്മൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ ആഗ്രഹിക്കുകയല്ല, അതിൽ നമ്മൾ തുടരും. മൂന്നാമത്തെ കൂട്ടം ആൾക്കാർ ദൈവവിശ്വാസമില്ലാത്ത എഥിസ്റ്റ്, അല്ലെങ്കിൽ അന്യ ദൈവങ്ങളെ സേവിക്കുന്ന ആൾക്കാർ. ഫെഡറിക് നിഷെ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അന്ന് 19th century, ഒരു ജർമ്മൻ ഫിലോസഫർ. പുള്ളിക്കൻ ഡയനോസിസിന്റെ ഒരു ആരാധകനായിരുന്നു. ഈ ഡയനോസിസ് പറഞ്ഞ ഒരു പഗാനിക് ഗോഡായിരുന്നു. അതിൻ്റെ ഇങ്ങനെ ഈ ഫെഡറിക് നിഷെ അന്ന് കർത്താവിനെ സേവിക്കേണ്ട, ഡയനോസിസിനെയാ നമ്മൾ ആരാധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഹി വാസ് എൻ ആൻറ്റി ക്രൈസ്റ്റ്. പുള്ളിക്കാരൻ അത് ഭയങ്കര പവർഫുൾ ആയിട്ട് അത് സ്പ്രെഡ് ചെയ്തു, ആ ഒരു ഇത്. ആൻഡ് ഹി ഹാഡ് എ ലോട്ട് ഓഫ് ഫോളോവേഴ്സ് ആൻഡ് ദേ വെർ ഓൾ വെരി വെരി അഗ്രസീവ് ആൻഡ് വെരി, എന്താ പറഞ്ഞ, ഒരു
ഭയങ്കര ഒരു ഇൻടോക്സിക്കേറ്റഡ് രീതിയിലായിരുന്നു. ഈ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ ആ എഴുതിയ പുസ്തകങ്ങൾ ദാറ്റ് കണ്ടിന്യൂഡ്. അത് വായിച്ച് ഇൻഫ്ലുവൻസ് ആയത് അഡോൾഫ് ഹിറ്റ്ലർ ആൻഡ് ദ നാസീസ്. അവരുടെ ഒരു ബേസ് അവിടെ നിന്നാണ് വന്നത്. അതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലായല്ലോ. went to Second World War. ഈ ആൾക്കാർ ഒരു പ്രാവശ്യം അറിയത്തില്ലായിരിക്കും അവർ ചെയ്യുന്നത് തെറ്റാണോ ഇല്ലയോ എന്ന്. ബിക്കോസ് ഇവരിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടാത്മാവ് അതിനറിയാം ദൈവത്തിന് വിരോധമായിട്ടാണ് പ്രവർത്തിക്കേണ്ടതാണ്. സോ ഇവിടെ നടക്കുന്ന ശരിക്കും പറഞ്ഞ ഒരു സ്പിരിച്വൽ വാർഫെയറാണ്. എഫേഷ്യൻസ് 6:10-12 പറഞ്ഞിരിക്കുന്ന പോലെ, our war is not with the peoples and authorities of this world, but the war is against spiritual. It's a spiritual warfare. ദുഷ്ടാത്മാക്കളോടാണ് നമ്മുടെ വാർഫെയർ. ഇതിനെ പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തി നമുക്ക് വേണം. നമ്മുടെ ഉള്ളിൽ ആ പരിശുദ്ധാത്മ ശക്തി ഉണ്ടെങ്കിലേ നമുക്കത് നേരിടാൻ പറ്റുള്ളൂ. വേറെ വാക്യങ്ങളുണ്ട് എന്തോ നമ്മൾ ഈ അവസ്ഥയിൽ ചെയ്യേണ്ടത്. അത് എഫേഷ്യൻസ് 6:13-14 2 കൊരിന്ത്യൻസ് 10:3-5 പറഞ്ഞിട്ടുണ്ട്. വാട്ട് വി ഹാവ് ടു ഡു ഇൻ ഓർഡർ ടു വിൻ ദ സ്പിരിച്വൽ വാർഫെയർ. അവസാനമായിട്ട് മാൻ ഓഫ് ഗോഡ് നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ അവസാനത്തെ ഭാഗം 17-ാമത്തെ വാക്യം, ദ മാൻ ഓഫ് ഗോഡ് മേ ബി thoroughly equipped ഫോർ എവറി ഗുഡ് വർക്ക്. ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്ന നല്ല പ്രവൃത്തികളാണ്. കർത്താവ് പല അക്യൂസേഷൻസ് നേരിട്ടു, പല ചാലഞ്ചസ് നേരിട്ടു, പലരിത് പവർ സ്ട്രഗിൾ നടന്നു. എന്നാൽ ആ സമയത്തൊന്നും കർത്താവ് എങ്ങനെയാണ് അത് നേരിട്ടത്? ഹി സ്റ്റുഡ് വിത്തിൻ ദ സ്ക്രിപ്ചർ. വചനത്തിന് ബലത്താല കർത്താവ് അവിടെ നേരിട്ടത്, അല്ലാതെ കർത്താവ് അവരോട് തർക്കിച്ചും വാദിച്ചും അടിയുണ്ടാക്കിയുമല്ല. ദിസ് ഇസ് ദ എക്സാമ്പിൾ ഫോർ അസ്. നമുക്കത് വചനം അറിഞ്ഞിരിക്കണം. വി ഷുഡ് ബി എക്യുപ്ഡ് വിത്ത് ദി വേർഡ് ഓഫ് ഗോഡ്. എന്നാലേ നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഈ വാർഫെയർ നേരിടാൻ പറ്റത്തുള്ളൂ. അവസാനമായിട്ട് ഞാൻ ഇന്നലെ ഈ ബൈബിൾ പോർഷൻ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് സമയത്ത് പെട്ടെന്ന് ഡാനിയലിൻ്റെ 9-ാം അധ്യായം അതിലോട്ട് എൻ്റെ ശ്രദ്ധ പോയി. അത് ഞാൻ ഓർത്തു, അത് ഞാൻ ധ്യാനിക്കുന്ന ഒരു പോർഷൻ അല്ലല്ലോ, എന്തിനാ ഈ ഒരു പോർഷൻ പെട്ടെന്ന് എൻ്റെ മുമ്പിൽ വന്ന്. എന്നാൽ ഞാൻ ഓർത്ത് അതോടൊന്ന് വായിച്ചിട്ട് ഞാൻ ഇന്നലെ എൻ്റെ മെഡിറ്റേഷൻ ക്ലോസ് ചെയ്യാൻ വായിച്ചു തന്നു. നല്ല മനോഹരമായൊരു പ്രാർത്ഥനയാണ് ഡാനിയൽ പ്രവാചകൻ്റെ. അവിടെ ഡാനിയൽ പ്രവാചകൻ he glorifies God at the beginning. He says how awesome our God is, holy God is. This had is magnifying and glorifying God. അത് കഴിഞ്ഞ് ഡാനിയൽ പ്രവാചകൻ പറയുന്ന നമ്മുടെ ഞാനും എൻ്റെ ആൻസിസ്റ്റേഴ്സും നമ്മൾ കാണിച്ച പ്രവൃത്തികൾ, നമ്മൾ കാണിച്ച പാപം, അത് കാരണം നമുക്ക് ഈ അവസ്ഥ വന്നിരിക്കുന്നത്. He is repenting the sin and then he's confessing. അതിനകത്ത് നല്ലൊരു വാക്യം ഇവിടെ എഴുതിക്കുന്ന 12-ാം വാക്യം പറയുന്നത്, under the whole heaven nothing has ever been done like this that has been done to Jerusalem. ജെറുസലേം ഇസ്രായേൽ മക്കള് ദൈവത്തിന് തിരഞ്ഞെടുത്ത ജനമാണ്. എന്നാൽ അവരെ ദൈവസന്നിധി അനുസരണയില്ലാതെ പാപത്തിൽ പോയപ്പം ഈ സ്വർഗത്തിനടിയിൽ അങ്ങനെ ശിക്ഷിച്ച വേറൊരു ജനമില്ല. അത് പിതാവിൻ്റെ ഒരു അവകാശമാണ്. സ്നേഹിക്കുന്ന പിള്ളേരെ, അനുസരിക്കുന്ന പിള്ളേരെ സ്വന്തം കണ്ണിന് കൃഷ്ണമണി പോലെ കാത്തുരക്ഷിക്കും. എന്നാൽ അനുസരണയില്ലാതെ വന്നപ്പം അവരെ അതുപോലെ ശിക്ഷിക്കും. നമുക്ക് ദൈവത്തിൻ്റെ കണ്ണിന് കൃഷ്ണമണി പോലെ ആയിരിക്കണോ? അതേ ശിക്ഷയുടെ ഇതിലോട്ട് പോകണം. ദൈവത്തിന് കോപം നമ്മൾ വരുത്തണം. ഇത് നമ്മുടെ ചോയ്സ്. രണ്ടാമത്തെ കാര്യമായിട്ട് പറഞ്ഞ, വി ഡു നോട്ട് മേക്ക് എനി റിക്വസ്റ്റ് ഓഫ് യു ബിക്കോസ് വി ആർ റൈച്ചിയസ് ബട്ട് ബിക്കോസ് ഓഫ് യുവർ ഗ്രേറ്റ് മേഴ്സി. അതാവുന്നു നമ്മൾ അവിടെ ഡാനിയേൽ പ്രവാചകൻ പറഞ്ഞ, ദൈവമേ ഇതിനെ നമ്മൾ ക്ഷമിക്കണമേ. നോട്ട് ബിക്കോസ് ഞാൻ നീതിമാനായിട്ടല്ല, നമ്മൾ നീതിമാനായിട്ടല്ല, ദൈവത്തിൻ്റെ കരുണയാണ്. അവസാനം വേറൊരു കാര്യം കൂടെ പറയുന്ന, ഡാനിയേൽ പ്രവാചകൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഗബ്രിയേൽ ദൂതൻ അവിടെ പ്രത്യക്ഷമാകുന്നു. ആൻഡ് ഹി സേസ്, as soon as you began to pray, an answer was given. ഒരു നീതിമാന മനുഷ്യൻ സത്യസന്ധമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ മറുപടി ലഭിച്ചിരിക്കും. ദാനിയേൽ പ്രവാചകൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം സ്വർഗത്തിൽ നിന്ന് മറുപടി ദൈവം നൽകി.
ഈ വചനത്താൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിൽ കൂടെ കേൾക്കുവാനിടയായല്ലോ. നമ്മളിൽ വസിക്കുന്നതായ ആത്മാവിൻ്റെ വിലയെക്കുറിച്ച്, ആ ആത്മാവ് നമ്മളിൽ ചെയ്യുന്നതായ പ്രതിക്രിയയെക്കുറിച്ച്, നമ്മളെ എങ്ങനെ വഴി നടത്തും എന്ന് വ്യത്യസ്തമായ രീതിയിൽ ദൈവവചനം സൂക്ഷിപ്പാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. കൂടുതലായി ദൈവദാസനെ കുടുംബമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇനി ഒരിക്കലും മലയാളം അറിയത്തില്ല എന്ന് പറയത്തില്ല. നമുക്ക് ലഭിച്ച ദൈവജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഓൺലൈനിൽ കൂടെ നമ്മുടെ രായ്ചായൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. രായ്ചാൻ തന്നെ ആശീർവാദവും പറയും. രായ്ചാനെ ക്ഷണിച്ചുകൊള്ളുന്നു. കേൾക്കാമല്ലേ? കേൾക്കാം. നല്ലവനും വിശ്വസ്തനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനാം പിതാവേ, ഒരു പ്രാവശ്യം കൊണ്ട് അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒന്നിച്ചായിരിപ്പാൻ്റെ പെണ്ണും അവിടുന്ന് ഒരുക്കിയ വഴികൾക്ക് വിധൽക്കുവായിരുന്നു നിർത്തോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇന്നത്തെ ഞങ്ങളുടെ പ്രേയറിന്റെ ആരംഭം മുതൽ ഈ സമയം അവിടുന്ന് കൂടെ ഇരുന്നല്ലോ കർത്താവേ. അതിന്റെ തടസ്സങ്ങളെല്ലാം എൻ്റെ തമ്പുരാൻ മാറ്റി തന്നു. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ കംപ്ലീറ്റ് ചെയ്യാൻ തക്കൊണ്ട് ഞങ്ങളെല്ലാവരും സഹായിച്ചല്ലോ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ തക്കണം. അല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ഞങ്ങൾ ഇന്ന് ആയിരിക്കുന്നതും ആക്കിയിരിക്കുന്നതും അവിടുത്തെ ദയയും മനസ്സിലെയും കരുണയും ഒന്നുമല്ലാതെ ഒന്ന് ഞങ്ങൾ ഏറ്റുപറയുന്ന കർത്താവേ, നിമിഷം തോറും ദിനം തോറും അർപ്പിക്കാൻ തക്കണം. ഞങ്ങളെല്ലാവരും സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫ്രൈഡേ ഫാസ്റ്റിംഗ് ഫെലോഷിപ്പിന്റെ ആദ്യ കാലം മുതൽ ഇന്നയോളം കാത്തില്ല. ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പെരിന്തോസ് ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ തോമസ് ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജൻ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തോമസ് കുട്ടി ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിന് മുന്നേ പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനാൾ സ്തോത്രം. അവിടുന്ന് അടിയങ്ങളെ ബലപ്പെടുത്തുന്നതിനാൾ സ്തോത്രം കർത്താവേ. അവിടുത്തെ വഴി മനസ്സിലാക്കിക്കൊണ്ട്, അവിടുത്തെ ഹിതം മനസ്സിലാക്കി, ഹിതം അറിഞ്ഞുകൊണ്ട് സാന്നിധ്യത്തിൽ ദിനം തോറും നിമിഷം തോറും നിലനിർത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓപ്പണിംഗ് പ്രേയർ മുതൽ കർത്താവേ, സാംസ് മെഡിറ്റേഷൻ കേട്ടതും അത് തന്നെയാണ്. ദുഷ്ടത വിടഞ്ഞ് നീതിയോട് ജീവിപ്പാൻ തക്കണം. അതിനെ സഹായിക്കണം. ദിനംതോറും സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ തക്കണം. ഞങ്ങളെ ശക്തിപ്പെടുത്തണേ, ബലപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാര ശക്തിയും ചെറുത്തു നിൽപ്പാനുള്ള ദൈവികമായ കൃപയിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽപ്പാൻ സഹായിക്കണേ എന്ന് കർത്താവേ. അവിടുന്ന് ഞങ്ങളുടെ കൂടെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ തക്കണം. നല്ല സാക്ഷിയുള്ള ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വയറ് എന്റെ യേശുവിനെ പാടിപ്പുകട്ടില്ല കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ അവിടുത്തെ നന്ദി പറഞ്ഞില്ല കർത്താവേ. സംശയത്തോടെ വചനം ഘോഷിക്കാൻ വേണ്ടുന്ന സജിബ്രതന് വേണ്ടി പ്രാർത്ഥികർത്താവേ. പൈതലിനെ ബലപ്പെടുത്തുന്ന ആൾ ലാംഗ്വേജ് ഒന്നും ഒരു ബാരിയറെന്ന് ഞങ്ങളെ മനസ്സിലാക്കി തന്നതിനാൾ സ്തോത്രം. ആദ്യ തടസ്സങ്ങളെല്ലാം തന്ന വലിയവനായ ദൈവമേ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നതാവേ. പ്രാർത്ഥന ലീഡ് ചെയ്ത പ്രസാദ് ബ്രദറിന് വേണ്ടി പ്രാർത്ഥികർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിലെ അസ്വസ്ഥത എവിടെയായിരുന്നാലും, കുടുംബത്തിലായിരുന്നാലും, എവിടെയായിരുന്നാലും മാറ്റുവാൻ തക്കണം. എന്റെ യേശുപ്പച്ചൻ മതിയായവനാണ്, ഞങ്ങൾ പരിപൂർണമായി ഞങ്ങളെ ദിനം തോറും അവിടുന്ന് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നതിനാൾ സ്തോത്രം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. ശരീരാസ്വസ്ഥരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥികർത്താവേ. അവിടുന്ന് കൂടെ ഇരിക്കണേ, ബലപ്പെടുത്തണേ, ശക്തിപ്പെടുത്തണേ. ഈ നാളുകളിലെ വ്യക്തി ജീവിതത്തിലെ കുടുംബത്തിൽ കടന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥികർത്താവേ. നല്ലടികളെല്ലാം നിറയ്ക്കണേ. അടുത്ത ആഴ്ച കൂടി വരുന്നതോളം പരിപൂർണ സൗഖ്യം, ആരോഗ്യത്തോട്, സമാനത്തോട്, സ്വസ്ഥയോട് മടങ്ങി വന്ന് എന്റെ യേശുവിനെ സ്തുതിപ്പാൻ തക്കണം, പ്രചോദിപ്പാൻ തക്കണം. എന്റെ യേശുവിന്റെ തിരുവചനം മനസ്സിലാക്കുവാൻ തക്കണം, ആഴമായി മനസ്സിലാക്കുവാൻ തക്കണം. ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. യേശുവിന്റെ നാമത്തിലെ താഴ്മയായിട്ട് അപേക്ഷിക്കുന്ന ഉദയം ഉണ്ടായി കേൾക്കുമാറാണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. സ്വർഗത്തിലെ പോലും ആഹാരം തരണമേ. ഞങ്ങളുടെ കരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. കടങ്ങളും ദോഷം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാത്ത ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടത്തേക്കുമല്ല എന്ന്
സകല ബുദ്ധിയെയും കവിഞ്ഞ് സ്വർഗീയ സമാനവും കാവലും കരുതി ഞങ്ങളുടെ മേലിൽ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചു ഓരോ വിഷയം കൊണ്ട്. പ്രത്യേകമായ അതിന്റെ ഫെലോഷിപ്പിന്റെ എല്ലാ ആവശ്യങ്ങളും നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഇന്ന് വരും കോഴ്ചമാരുടെ മേലും കുടുംബത്തിന് മേലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് പൽക്കാലം നമ്മെ അനുഗ്രഹിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, നമുക്കെല്ലാവർക്കും സമാധാനതല പിരിയാം. അടുത്ത ആഴ്ച ഷാർജ പാരീഷിലെ പ്രിയ സുജിത് ബ്രദർ ആയിരിക്കും ദൈവവചനം സൂക്ഷിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥനയോടെ കടന്നു വരണം. ആകുന്ന സ്ഥാനങ്ങളിലൊക്കെ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.